യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 17-ാം അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു. നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവേ, അവിടുന്നാണ് ജീവന്റെ ദാതാവ്. നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകും? കർത്താവേ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഒരു പൂജ്യമായിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. അവിടുത്തെ സ്നേഹത്താൽ കർത്താവെ, ആ ജീവന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജഡം, ഞങ്ങളുടെ സ്വയം അത് ക്രൂശിൽ സമ്പൂർണ്ണമായിട്ടും അത് വിധേയപ്പെട്ടിരിക്കട്ടെ, സമർപ്പിതമായിട്ടിരിക്കട്ടെ. അത് ആ മരണത്തിലേക്ക് ഏൽപ്പിച്ച് കർത്താവെ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായിട്ട് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ മുമ്പാകെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കർത്താവെ, അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ വചനത്തിലൂടെ വെളിപ്പെടുന്ന അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് കർത്താവെ ഞങ്ങളെ കാതോർക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ വചനപ്രകാരം ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവെ, ആ യേശുവിൻ്റെ അമ്മയായ മറിയം പറഞ്ഞതുപോലെ അവിടുത്തെ വാക്കുപോലെ എന്നിലാവട്ടെ എന്ന് പറയുന്ന ആ ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ കൊണ്ടുവരണം. കർത്താവെ, ആ സമർപ്പണത്തോടെ ഞങ്ങളെ അവിടുത്തെ കാൽപാദത്തിൽ ഇരുത്തണം. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളിൽ കർത്താവെ യേശുവിനെ ഉരുവാക്കട്ടെ. ഞങ്ങളിൽ സമർത്ഥമായ ജീവൻ തന്ന് കർത്താവെ യേശുവിൻ്റെ ജീവനിൽ ഞങ്ങൾ വളരുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. കർത്താവെ, അവിടുന്ന് സഹായിച്ചായിട്ട് അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രി, അവിടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ യോഹന്നാൻ 13 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതും തുടർന്നും അവരോട് കാല് കഴുകി അപ്പം നുറുക്കി കൊടുത്തു. യൂദാസ് ഒറ്റി കൊടുക്കാനായിട്ട് പോയി. യോഹന്നാൻ 13:30 അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം തുടർന്ന് കർത്താവ് സംസാരിക്കുന്ന ആ ഒരു ദീർഘ സംഭാഷണം യോഹന്നാൻ 13:31 മുതൽ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം മൊത്തവും നമ്മൾ ആ കാര്യങ്ങളെല്ലാം കണ്ടു. കർത്താവ് ധൈര്യപ്പെടുമെന്നൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും താൻ പോവുകയാണെങ്കിലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്, നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്, നിങ്ങൾക്കത് പ്രയോജനത്തിന് വേണ്ടിയാണെന്നൊക്കെയാണ് അവിടെ 16-ന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിനേക്കാട്ടിലും പ്രയോജനമാണ് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കർത്താവ് അവരോട് പറയും. നമുക്ക് പലപ്പോഴും അത് നമുക്ക് മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ ആക്ഷരികമായിട്ടുണ്ടെങ്കിൽ അതല്ലേ കൂടുതൽ നല്ലതെന്ന് നമ്മൾ ചിന്തിക്കുന്ന. കർത്താവ് അവരുടെ കൂടെ 3.5 വർഷക്കാലം ഉണ്ടായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ ആന്തരികമായ വലിയൊരു രൂപാന്തരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാ അവരുടെ ഉള്ളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിട്ടില്ലായിരുന്നു. യേശു കർത്താവിന് രക്തം ചീന്തപ്പെട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് യേശു കർത്താവ് അതിപരിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. മഹാപുരോഹിതനായ കർത്താവ് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായ കർത്താവ് അതിപരിശുദ്ധ സ്ഥലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അങ്ങനെ നമ്മളുടെ ആത്മാവിലേക്ക് ദൈവത്തിനൊരു പ്രവേശനം അതിലൂടെ സാധ്യമായി. അങ്ങനെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ആത്മാവിലേക്ക് വന്നാലേ യഥാർത്ഥത്തിൽ അതാണ് കൂടുതൽ പ്രയോജനമായിട്ടുള്ള കാര്യം എന്നുള്ളൊരു കാര്യം കർത്താവ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുവിൻ, പരിശുദ്ധാത്മാവിനെ സഹായിക്കനെ ഞാൻ അയച്ചു തരും എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറഞ്ഞതിന് ശേഷം നമ്മളിവിടെ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്താവ് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ആ സ്വർഗത്തിലേക്ക് നോക്കുന്നത് അത് യേശുവിന് അതിൽ ശീലമായിരുന്ന കാര്യമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. കർത്താവ് നമ്മളോടും അങ്ങനെ നോക്കാൻ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. യോഹന്നാൻ 4:34 നിങ്ങളും സ്വർഗത്തിലേക്ക് നിങ്ങളും കണ്ണുയർത്തി നോക്കുവിൻ എന്നുള്ളൊരു കൽപ്പനയായിട്ട് ആണ് ഇംഗ്ലീഷിൽ അതുള്ളതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കണ്ണുയർത്തി നോക്കിയാൽ ഇപ്പം വിളവ് അധികമായിട്ടുണ്ട്, വിലക്കാർ കൊയ്ത്ത് വളരെയധികം ഉണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ കണ്ണുയർത്തി നോക്കാൻ യോഹന്നാൻ 4:34 പറയുന്ന കാര്യമൊക്കെ നമ്മൾ 4:34 35-ാമത്തെ വാക്യത്തിൽ ലിഫ്റ്റ് അപ്പ് യുവർ ഐസ് ലുക്ക് ഓൺ ദ ഫീൽഡ്സ്. അപ്പോൾ മലയാളത്തിൽ അതൊരു കൽപ്പനയായിട്ട് അങ്ങ് വന്നില്ല. എന്നാൽ യഥാർത്ഥം നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ അങ്ങനെ പറയുവാണെങ്കിൽ തലപൊക്കി നോക്കുവിൻ, നിങ്ങൾ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. ദേ ആർ വൈറ്റ് ഫോർ ഹാർവസ്റ്റ് ആൻഡ് ലുക്ക് ഓൺ ദ ഫീൽഡ്സ്. അതായത് നമ്മളിവിടെ ഇത് വായിക്കുന്നതിന് 4 മാസം കഴിഞ്ഞ് കൊയ്ത്ത് വരുന്നത് നിങ്ങൾ പറയുന്നില്ലയോ? യോഹന്നാൻ 4:35 നിങ്ങൾ തലപൊക്കി നോക്കുവിൻ, lift up your heads and look on the fields. Lift up your eyes and look on the fields. തല പൊക്കുവിൻ, കണ്ണുയർത്തി നോക്കുവിൻ എന്നൊക്കെയാണ് എൻ്റെ കുറച്ചുകൂടെ ആക്ഷരികമായിട്ടുള്ള ട്രാൻസ്ലേഷൻ. അതായത് നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ
നമ്മളുടെ ചുറ്റുമുള്ളവരെ ചുറ്റും എത്രയോ പേര് ആവശ്യത്തിലായിരിക്കുന്നവരെയൊക്കെ ആ ഒരു സ്വർഗീയമായ വീക്ഷണക്കൂടി കാണണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം കർത്താവ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മളുടെ ജീവിതത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് പഴയ നിയമത്തിൽ അവർക്ക് ദൈവമേ, യഹോവയായ ദൈവമേ, സർവശക്തനായ ദൈവമേ എന്ന് മാത്രമേ അവർക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഇന്ന് പുതിയ ഉടമ്പടിയിലായിരിക്കുന്നത് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പിതാവേ, നമ്മളുടെ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മളുടെ പ്രൈവറ്റ് പ്രേയറിൽ നമുക്ക് പിതാവേ എന്നുള്ള ഫോമലായിട്ട് പോലും വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പച്ച, അപ്പ, ഡാഡി, പപ്പ എന്നൊക്കെ വിളിക്കാം. അത് കർത്താവ് അങ്ങനെ വിളിച്ചത് നമ്മൾ മർക്കോസ് 14:36 ആ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പ, പിതാവി എന്ന് വിളിച്ച യേശു കർത്താവിന് പേഴ്സണൽ പ്രെയർ. എന്നാൽ ഇവിടെ ഒരു പബ്ലിക് പ്രെയർ ആകുമ്പോൾ കർത്താവ് കുറച്ചുകൂടി ഫോമലായിട്ടുള്ള പിതാവി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ പബ്ലിക് പ്രെയറിൽ നമ്മൾ ഫോമലായിട്ട് പിതാവിന്ന് വിളിക്കുമ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രെയറിൽ നമുക്ക് സ്വർഗത്തെങ്കിലേക്ക് നോക്കി അച്ഛ, അപ്പച്ച, ഡാഡി, പപ്പ, നമ്മളുടെ പിതാവിനെ നമ്മൾ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അതുപോലെ സ്വർഗത്തിൽ എനിക്കൊരു അപ്പച്ചനുണ്ട്, എനിക്കൊരു അച്ഛനുണ്ട്, എനിക്കൊരു പിതാവുണ്ട് എനിക്കൊരു പപ്പ, ഡാഡി ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യത്തോടെ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിനെ പിതാവിനെ നോക്കി പ്രാർത്ഥിക്കാം. അത് നാഴിക വന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യവും പിതാവിന് നാഴികക്കൊത്തവണ്ണം കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. നാഴിക വരാത്തത് കൊണ്ട് കർത്താവിനെ ആർക്കും തൊടാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 7-ാം അധ്യായത്തിൻ്റെ 7:30, 8:20 നമ്മൾ കണ്ടായിരുന്നു. കർത്താവ് ഓരോ സമയത്ത് നമ്മൾ പലതവണ 2:4 കാനായിലെ കല്യാണത്തിന് എൻ്റെ നാഴിക വന്നിട്ടില്ലെന്ന് മറിയത്തോട് പറയുന്ന കണ്ടു. 7:30, 8:20 കർത്താവിന് നാഴിക വന്നിട്ടായതുകൊണ്ട് ആർക്കും കർത്താവിനെ തൊടാൻ സാധിച്ചില്ല, പിടിക്കാൻ സാധിച്ചില്ലെന്ന് കണ്ടു. യോഹന്നാൻ 12:23 താൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വാക്യമൊക്കെ കണ്ടു. ആ നാഴിക, ഹൊറ എന്നുള്ള ആ ഗ്രീക്ക് പദം കർത്താവ് പലയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം. കർത്താവിൻ്റെ ജീവിതം എപ്പോഴും സ്വർഗത്തിൻ്റെ ടൈമിംഗ് അനുസരിച്ച്, പിതാവിൻ്റെ ടൈമിംഗ് അനുസരിച്ചായിരുന്നു, സ്വന്തമായിട്ടുള്ള ഒരു ടൈമിങ്ങിലല്ലായിരുന്നു. എന്നാൽ പല കാര്യം നമുക്ക് നമ്മളുടേതായ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ലാതെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ തോന്നും. എന്നാൽ എല്ലാ ദൈവത്തിൻ്റെ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ പോകുമ്പോൾ അത് ദൈവം അറിഞ്ഞ് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഡിലേ വരുന്നു. പിന്നെ തന്നെ ഇങ്ങോട്ട് വരാൻ ഞാൻ പേഷ്യൻസിന് അപ്പോയിൻമെൻ്റൊക്കെ അതുപോലെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കൊടുത്തതാണ്. പക്ഷേ എൻ്റെ കാൽക്കുലേഷനൊക്കെ തട്ടിമറിച്ചുകൊണ്ട് ചിലരൊക്കെ കൂടുതൽ സമയം റാഞ്ചി എടുത്തതുകൊണ്ട് എനിക്ക് അങ്ങ് ഇറങ്ങാൻ സാധിച്ചില്ല. ലഞ്ച് കഴിച്ചപ്പോഴത്തേക്ക് 4:30, 4:45 കണ്ടായി. വേറെ വിളിക്കുമ്പോഴും ഞാൻ പേഷ്യൻസ് കണ്ടുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അത് പലരും അങ്ങനെയൊക്കെ പല നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷനൊക്കെ അത് എന്തായാലും ദൈവം എന്നെ മനസ്സിലാക്കുന്ന സഹോദരങ്ങളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണത് താമസമുണ്ടെന്ന് പറഞ്ഞാലും ഉഷിയാത്ത എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അതുകൊണ്ട് ഞാനത് ടേക്ക് ഫോർ ഗ്രാൻഡായിട്ട് എല്ലാ ആഴ്ച അങ്ങനെ ചെയ്യുന്നില്ല. എന്നാലും ആ ഒരു ദൈവത്തിൻ്റെ സമയം, ചില കാര്യങ്ങളിൽ നമ്മുടെ സമയത്തിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ അതീതമായിട്ട് ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നു. ശരിയാ, കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം, കാര്യങ്ങളും എല്ലാം ചെയ്യണം. എന്നാൽ അതിൽ അതീതമായിട്ടുള്ള ചില ഡിലേസും കാര്യങ്ങളും ഒക്കെ വരുന്നതും അതും ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. ഒരു കർത്താവിൻ്റെ നാഴിക എന്നുള്ള അതിന് സിമിലറായിട്ടുള്ളൊരു കൈറോസ് എന്നുള്ള, ഹൊറ എന്നുള്ള വാക്ക് പോലെ കൈറോസ് എന്നുള്ള ടൈം എന്നുള്ളൊരു വാക്ക് കർത്താവിന് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ ഉപയോഗിച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടു. അവിടെ കൂടാര പെരുന്നാളിലേക്ക് പോകാൻ വേണ്ടി സഹോദരന്മാർ പറയുമ്പോൾ എൻ്റെ സമയം വന്നിട്ടില്ല. അവിടെയും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നാഴിക എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നില്ല. 7-ാമത്തെ വാക്യത്തിൽ 7:6 എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അതായത് സമയം കൈറോസ് എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു നാഴിക എന്ന് പറയുന്നത്, കൈറോസ് എന്ന് പറയുന്നത് എല്ലാം ആ ഒരു സമയത്തെ കുറിക്കുന്നൊരു കാര്യങ്ങളായിട്ട്, ഹൊറ എന്ന് പറയുമ്പോൾ ഒരു മൊമെൻറ്റ്, അവർ എന്നുള്ളതിനെല്ലാം കുറിക്കുന്ന ഒരു പദമാണ്. കൈറോസ് എന്ന് പറയുമ്പോൾ സമയം, ടൈം. എൻ്റെ സമയം വന്നിട്ടില്ല, നിങ്ങൾക്കും എല്ലായ്പ്പോഴും സമയം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 8-ാമത്തെ വാക്യം 7:8 നമ്മൾ വായിച്ചു, മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് ഫുള്ളി കം. എൻ്റെ സമയം പൂർണ്ണമായിട്ടൊന്നും വന്നിട്ടില്ല. അത് മലയാളം ട്രാൻസ്ലേഷൻ അത്രയും ക്ലിയർ ആയിട്ട് വന്നില്ല. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട്, അത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ലായതുകൊണ്ട്. അതുകൊണ്ട് അതായത് ആ ഒരു ഇപ്പം എന്താ പറയുന്നത്, സമയം ആയെന്ന് വെച്ചാൽ സമയം ആയി എന്നാൽ അങ്ങ് പൂർണ്ണമായിട്ടും ആയില്ല. ആ കറക്റ്റ് ദൈവത്തിൻ്റെ ഒരു ആ പിതാവിൽ നിന്നുള്ള അതുപോലുള്ളൊരു ഫ്രീഡം കിട്ടിയില്ല പോകാനായിട്ട്. അപ്പം അതുപോലെ കർത്താവ് എത്രമാത്രം പിതാവിൻ്റെ ആ ഒരു ഓരോ പ്രോംപ്റ്റിങ്സിനും ആ ഒരു പിതാവ് പരിശുദ്ധാത്മാവിലൂടെ നൽകിയ ആ ഒരു ആ ഒരു ഫ്രീഡത്തിന്, ആ ഒരു
ആ ഒരു സ്വാതന്ത്ര്യം, ആത്മാവിലെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് കർത്താവ് ഓരോന്നും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ ഓരോ കാര്യവും ചെയ്തത്. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനമെന്ന് നമ്മൾ റോമർ 8-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നയിക്കുന്ന മനസ്സ് അത് ജീവനും സമാധാനത്തിലേക്കും ഉള്ളതാണ്. അത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇത് ഇപ്പോൾ അവിടുത്തെ സമയമായോ, ചില കാര്യങ്ങൾ വാങ്ങിക്കണം, ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു സംരംഭത്തിലോട്ട് ഏർപ്പെടാനുള്ളത്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്തെല്ലാം നമ്മൾ കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ഇഷ്ടത്തെ അവിടെ കർത്താവിൻ്റെ മുമ്പാകെ ബലികഴിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സിൻ്റെ കൺട്രോൾ, പരിശുദ്ധാത്മാവ് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ സ്ഥലത്തിലുള്ള ദേഹിയിലുള്ള നമ്മുടെ മനസ്സിനെ അധികമായിട്ട്, നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് അധികമായിട്ട് വരുമ്പം അവിടെ ഒരു ജീവനും സമാധാനം ഉണ്ടെന്ന് നമ്മൾ റോമർ 8-6 വായിക്കുന്നത്. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനമാണ്. അപ്പം പല കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതമാണോ ചില കാര്യങ്ങൾ, ശരിയാണ്, നമുക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഔട്ട്റൈറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ അത് ദൈവത്തിൻ്റെ ഹിതം അത് തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ ദൈവത്തിന് ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ എന്തിനാ പറയുന്നത്, ചില കാര്യങ്ങൾ വാങ്ങിക്കണോ, ചില കാര്യങ്ങൾ അത് അത് കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുന്നത് വേണോ വേണ്ടയോ, അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യത്തിലുമൊക്കെ എങ്ങനെയാണ് നമുക്ക് ബൈബിളിൽ ഇന്നത് ചെയ്യണമെന്ന് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, ജനറൽ പ്രിൻസിപ്പിൾസാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ പല കാര്യത്തിലും നമ്മൾ അവിടുത്തെ ഇഷ്ടം പോലെ മാത്രം, അവിടുത്തെ ജ്ഞാനത്തിൽ അവിടുത്തെ ഇഷ്ടം പോലെ മാത്രം എൻ്റെ ജീവിതത്തിൽ മതി, എനിക്ക് പണം ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കാന്നുള്ളതെല്ലാം, മറിച്ച് അതായത് അവിടുത്തെ ആണ് പണം, അവിടുത്തെയാണ് സമയം, അവിടുത്തെയാണ് ഓരോ റിസോഴ്സസും, അതെല്ലാം കർത്താവേ അവിടുന്ന് തരുന്ന ഫ്രീഡത്തിനനുസരിച്ച് മാത്രം അത് മുമ്പോട്ട് പോകുവാൻ, അതാ പിതാവിന് നാഴികയ്ക്ക് ഒത്തവണ്ണം ജീവിച്ച ആ ഒരു യേശുവിൻ്റെ ഒരു മാതൃക നമ്മളവിടെ കാണുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്, അവിടെ ഒരു ജീവന സമാധാനം, ചില കാര്യങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു ഫ്രീഡം ഇല്ല ആ കാര്യങ്ങൾ ചെയ്യാൻ, അത് അത്ര പറയാനൊരു അങ്ങനെ ഈ ഒരു സഹോദരനോട് ഇന്നൊരു കാര്യം പറയണോ, അല്ലെങ്കിൽ ഇന്നൊരു ആലോചന, ഇങ്ങനൊരു തീരുമാനം, ഇന്നൊരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇന്നൊരു മീറ്റിംഗ്, അങ്ങനെയുള്ള കാര്യത്തിന് അത് അപ്പം ചിലപ്പോൾ നമുക്ക് അത്ര അതിനെക്കുറിച്ചൊരു വലിയ ദൈവത്തിനൊരു ലീഡിങ്, ഒരു ഫ്രീഡം ഇല്ലാത്തതായിട്ട് നമ്മൾ തോന്നുന്നു. അപ്പോൾ ദാറ്റ് ക്യാൻ ബി ഇൻഡിക്കേഷൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഒരു ഹിതമായിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സമാധാനം നമ്മളെ അങ്ങ് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ എന്നാണ് നമ്മൾ എവിടെ കൊളോസ്യർ 3:15 വാക്യത്തിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഇഷ്ടം സമ്പൂർണ്ണമായിട്ടും നമ്മുടെ ഇഷ്ടം തന്നെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് ദൈവത്തിന് സമാധാനം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറയുന്നത് ചിലപ്പോൾ വഞ്ചനയായി പോകും. എന്നാൽ നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ആ ജഡത്തെ സമ്പൂർണ്ണമായിട്ടും ക്രൂസിൽ ഏൽപ്പിച്ചാൽ ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുന്ന അളവിലാണ് പരിശുദ്ധാത്മാവിന് അതിപരിശുദ്ധ സ്ഥലത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തിലേക്ക് ഒഴുകിയെത്തി, അതായത് ആത്മാവിൽ നിന്ന് ദേഹിയുടെ തലത്തിലേക്കും ഒഴുകിയെത്തി നമ്മളുടെ മനസ്സിനെ അധികമായിട്ട് പുതുക്കാനും, മനസ്സിൻ്റെ ചിന്തകൾ ആ ഒരു ദൈവാത്മാവിൻ്റെ സമാധാനത്തിനും ജീവനും അനുസരിച്ച്, അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാക്ടിക്കലായിട്ടുള്ള ഓരോ കാര്യത്തിനും നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു എങ്ങനെ നാഴിക വന്നിരിക്കുന്നു, അവിടെ പെട്ടെന്ന് ക്ലോക്കിലൊരു ഘടികാരത്തിൽ നിങ്ങ് മണി മുഴങ്ങിയതുകൊണ്ട് നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതല്ല. പക്ഷെ ആത്മാവിൻ്റെ കർത്താവിന് അറിയാം, അതാണിപ്പോൾ ക്രൂശിക്കപ്പെടാൻ, തേജസ്കരിക്കപ്പെടുവാനും സ്വർഗത്തിലേക്ക് പിന്നെ പുനരുത്ഥാനവും പിന്നെ സ്വർഗാരോഹണവും എല്ലാം അതിൻ്റെ ആ പാരമ്യത്തിലുള്ള തേജസ്കരണം എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് അതിൻ്റെ ആ ഒരു സമയം അറിഞ്ഞ് പറയുന്നൊരു കർത്താവ്. നമ്മൾ യോഹന്നാൻ 12:23, 27 ആ നാഴിക എന്നുള്ള വാക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. 23-ാമത്തെ വാക്യത്തിൽ എന്താ, യോഹന്നാൻ 12:23 ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകുന്നതിന് തൊട്ട് മുമ്പുള്ള വാക്യം അവിടെ കർത്താവ് പറഞ്ഞത് തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. നമ്മളെയും കർത്താവ് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ക്രൂസിൻ്റെ വഴിയിലൂടെയാണ് തേജസ്കരണം, അതിനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു തിരിച്ചറിയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്രൂസിലേക്ക് പോകുമ്പോഴും താൻ തേജസ്കരിക്കപ്പെടുന്ന ഒരു വഴിയാണ് അതെന്നുള്ളൊരു കാര്യം കർത്താവിന് അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ക്രൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാ, നമ്മുടെ സ്വയത്തിന് മരിക്കുന്നതാ ക്രൂസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സ്വയത്തിന് മരിക്കാനുള്ള തരത്തിലുള്ള പല സാഹചര്യങ്ങളും, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളോ ചില സാഹചര്യങ്ങളോ ഒക്കെ വരുമ്പോൾ എന്താ, അവിടെ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ ഇവിടെ എനിക്ക് പെരുമാറണം, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് എൻ്റെ മനോഭാവം യേശുവിൻ്റെ മനോഭാവം പോലെ തന്നെ ആയിരിക്കണമെന്നാണ് ഫിലിപ്പിയർ 2:5 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് എനിക്ക് അങ്ങയുടെ അതേ മനോഭാവം വേണം, അങ്ങ് സംസാരിച്ചതുപോലെ സംസാരിക്കണം. ചിലപ്പം കർത്താവ് സംസാരിച്ചതുപോലെ ഒരു കാർക്കശ്യത്തോടെ ചിലപ്പം ചില സ്ട്രോങ് ആയിട്ട് ചില ഫേം ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിരിക്കും ചിലപ്പം
നമ്മൾ ഒന്നും മിണ്ടാതിരിക്കാനായിരിക്കും, ചിലപ്പം ജെന്റിലായിട്ട് സൗമ്യതയോടെ പ്രത്യുത്തരം പറയുന്ന ചില കാര്യങ്ങളായിരിക്കും. എവിടെയാണെങ്കിലും കർത്താവ് അവിടുന്ന് സംസാരിച്ചതുപോലെ അവിടെ ഈ ക്രൂസിലൂടെ കർത്താവ് തേജസ്കരിക്കപ്പെടുന്ന ഒരു നാഴികയാണ്. അവിടുത്തെ തേജസ് എൻ്റെ ജീവിതത്തിലേക്ക് അധികമായിട്ട് വരുവാനുള്ളൊരു നാഴികയാണ്. 2 തെസ്സലോനിക്കർ 2:14 നമ്മൾ വായിക്കുന്ന ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ മഹത്വം അല്ലെങ്കിൽ തേജസ് പ്രാപിക്കുവാനാണ് ദൈവം നമ്മളെ സുവിശേഷ ഘോഷണത്താൽ വിളിച്ചിരിക്കുന്നതെന്നാണ് 2 തെസ്സലോനിക്കർ 2:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം സുവിശേഷത്തിലൂടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ തേജസ്കരണത്തിനായിട്ടാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം എന്നും തേജസ്സെന്നും ഗ്ലോറി എന്നും എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറയുന്ന ആ ഒരു ഡോക്സ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ്. അപ്പം ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കുവാൻ വേണ്ടി ആ സുവിശേഷത്തിലൂടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമ്മളെ തേജസ്കരിക്കുന്ന ഒരു നാഴികയാണ് ഓരോ സമയവും നടക്കുന്നത്. അപ്പം അവിടെ അതിനായിട്ടുള്ളൊരു നാഴിക വന്നിരിക്കുന്നു എന്ന് കണ്ട് അങ്ങനെ കർത്താവിൻ്റെ നാഴികയ്ക്ക് ഒത്തവണ്ണം ജീവിച്ച ആ ഒരു യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ യോഹന്നാൻ 12:27 നമ്മൾ കണ്ടു, എന്താ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണോ എന്ന് ഞാൻ പ്രാർത്ഥിക്കണോ, കർത്താവെ അവിടുത്തെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാൽ മതി, പിതാവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ മതി എന്നാണ് യോഹന്നാൻ 12:27-28 നമ്മൾ വായിച്ച്. പിന്നെ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും നമ്മൾ കണ്ടു. അവിടെയും കർത്താവ് അവിടെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുക, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു, തൻ്റെ നാഴിക വന്നു എന്ന് അറിഞ്ഞാണ് കർത്താവ് അവസാനത്തുള്ള അവരെ സ്നേഹിച്ച് ആ ശിഷ്യന്മാരെ വിളിച്ച് അവരുമായിട്ട് കർത്താവ് സ്നേഹവിരുന്നുണ്ണുന്നതും അവിടെ കാല് കഴുകുന്നതും അപ്പം നുറുക്കി കൊടുക്കുന്നതൊക്കെ അവിടെ ആ പിതാവിൻ്റെ ആ നാഴിക വന്നു, പോകുവാനുള്ള നാഴിക വന്നു. ദൈവത്തിൻ്റെ ആ ടൈമിങ്, അതിന് തൊട്ട് മുമ്പെയൊക്കെ അവർ പലരും കൊല്ലാനൊക്കെ വരുന്ന ആ ഒരു സമയത്ത് കർത്താവ് അവരെ ഒന്നും അവരെ ഒളിച്ച് കർത്താവ് ഒളിച്ചു പോയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മളത് വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 53-54 കൂടെ വായിക്കുവാണെങ്കിൽ യോഹന്നാൻ 11:53-54 അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു, അതുകൊണ്ട് കർത്താവ് അവരുടെ മുമ്പിൽ ചെന്ന് നെഞ്ചു പിരിച്ച് നിന്നു എന്നല്ല വായിക്കുന്നത്. യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് പോയി. എന്തായാലും മരിക്കാൻ വേണ്ടി വന്നതില്ല, അപ്പം പിന്നെ അവർ കൊല്ലുവാൻ കാര്യം എളുപ്പമായില്ലെന്ന് പറഞ്ഞ് കർത്താവ്. പക്ഷേ അറിയാം പിതാവിൻ്റെ സമയമായിട്ടില്ല, പിതാവിൻ്റെ നാഴികയായിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കറിയാം ദൈവം അത് ചെയ്യാനാ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമയത്ത് ചെയ്യാനായിരിക്കത്തില്ല. ദൈവത്തിൻ്റെ സമയത്തിൽ, ദൈവത്തിൻ്റെ ക്രമപ്രകാരം, ദൈവത്തിൻ്റെ ആലോചനയിൽ കർത്താവിൻ്റെ ലീഡിങ്ങോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഓരോ കാര്യവും കർത്താവ് താൻ മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കർത്താവിൻ്റെ ശിഷ്യന്മാരോട് മുൻകൂട്ടി എല്ലാം പറഞ്ഞിട്ടും കൊല്ലുവാൻ ആലോചിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ പിതാവിൻ്റെ നാഴിക അല്ലെന്നറിഞ്ഞ് അവിടെ നിന്ന് വിട്ട് പോയി വേറെ സ്ഥലത്ത് എഫ്രൈമിലോട്ട് പോയി താമസിച്ച കാര്യമൊക്കെ പരസ്യമായിട്ട് നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെയൊക്കെ പോയി താമസിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ശിഷ്യന്മാർ തന്നെ വിചാരിച്ചാണ് പോയി കർത്താവ് വലിയ ധൈര്യമൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടേണ്ടതൊക്കെ പറഞ്ഞിട്ട് കർത്താവിന് വല്ല പേടിയുണ്ടോ എന്ന് ചിലപ്പോൾ അവർ തെറ്റിദ്ധരിച്ചിരുന്നിരിക്കാം. യുവദാസൊക്കെ ചിലപ്പോൾ പല കമൻറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ കർത്താവ് അതൊന്നും വകവെച്ചില്ല. പിതാവിൻ്റെ സമയം അത് ആ ഒരു നാഴിക വന്നിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയൊരു മാതൃകയൊക്കെ നമ്മൾ കണ്ടു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മൾ തിരിച്ച് യോഹന്നാൻ 17:1 വരുമ്പം നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ആ ഒരു പുത്രനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നേ? പുത്രൻ മഹത്വപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ്, യേശു കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയിലൂടെ സഭ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പം അങ്ങനെയാണ് യേശു തൻ്റെ ശരീരമാകുന്ന സഭയിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട് തന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പം അവിടെ ഏത് മഹത്വപ്പെടുത്തലാണെന്ന് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പിതാവെ, യോഹന്നാൻ 17:5, ഇപ്പോൾ പിതാവെ ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്താൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതായത് ത്രിയേക ദൈവമായ ദൈവം, പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ് മാത്രം ലോകമൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പേ, സൃഷ്ടിക്കൊക്കെ മുമ്പേ യേശു പിതാവിൻ്റെ വചനമായിട്ട് യേശു ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തൃത്വത്തിൽ രണ്ടാമനായിട്ട് പിതാവിനോട് സമനായിട്ടെന്നൊക്കെയാണ് നമ്മൾ ഫിലിപ്പിയർ 2:6 വായിക്കുന്നത്. ഈക്വൽ വിത്ത് ദ ഫാദർ, പിതാവിന് സമനായിട്ടുള്ള ആ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കർത്താവ് ക്രൂസിലേക്ക് നോക്കുമ്പോൾ ആ ക്രൂസിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വയത്തിന് മരിക്കാനുള്ള, ഇപ്പം നമുക്ക് കോപിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യാനോ ഒക്കെയുള്ള പല പ്രലോഭനങ്ങളൊക്കെ വരുമ്പം അവിടെ എനിക്കിവിടെ ക്രൂശിൽ മരിക്കണമല്ലോ എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ശരിക്കും ക്രൂശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ക്രൂശിലത് ഒടുങ്ങുന്നില്ല. ക്രൂശ് കഴിഞ്ഞിട്ട് പിന്നെ മരണം കഴിഞ്ഞാൽ എന്തുണ്ട്? പുനരുദ്ധാനമുണ്ട്, ഒരു സ്വർഗാരോഹണം ഉണ്ടെന്ന് പറഞ്ഞാൽ
മരണം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്, നമ്മളുടെ സ്വയത്തിലൊരു മരണം ഉണ്ടായാൽ അവിടെ യേശുവിൻ്റെ ഒരു തേജസ് നമ്മൾ യേശുവിനെ പോലെ അധികമായിട്ടായിത്തീരുന്നു. അപ്പോൾ അതൊരു തേജസ്കരിക്കപ്പെടുന്ന, ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ക്രൂശിലൂടെ ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ. അത് ക്രൂശിൽ തന്നെ അതങ്ങ് നിൽക്കുന്നില്ല. ക്രൂശ് കഴിഞ്ഞിട്ട് അവിടെ ഒരു പുനരുദ്ധാനത്തിൻ്റെ തേജസ്കരണമുണ്ട്. പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ വലതുഭാഗത്ത് കാന്തയായിട്ട് ആത്മീയമായിട്ട് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു തേജസ്കരണത്തിൻ്റെ ഒരു സന്ദർഭവും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അത് മഹത്വത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് കർത്താവ് കണ്ടത്. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം നമുക്കറിയാം. എബ്രായർ 12-ാം അധ്യായത്തിൽ കർത്താവ് ക്രൂശിനെ സഹിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉള്ളൊരു ക്രൂശിനെ സഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് കർത്താവ് കാൽവരിയിലെ ക്രൂശിനെ സഹിക്കുമ്പോഴും കർത്താവ് എങ്ങനെ ആ ക്രൂശിനെ സഹിച്ചതെന്ന് അവിടെ പറയുന്നേ. അവിടെ നമ്മൾ അവിടെ എബ്രായർ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ച, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തതിനുമായി യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നപ്പോൾ കർത്താവ് അവിടെ എങ്ങനെ ആ ക്രൂശിനെ സഹിച്ചെന്ന് ചോദിച്ചാൽ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. എവിടെ ആ സന്തോഷം ഉള്ളതെന്ന് നമ്മൾ സങ്കീർത്തനം 16:11 ഇൻ ഹിസ് പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്, സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അപ്പം പിതാവിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിന്റെ പരിപൂർണത. പിതാവിനോടുള്ള ആ ഒരു ഫെലോഷിപ്പിലുള്ള ആ ഒരു സന്തോഷം അത് മുമ്പിൽ കണ്ട്, ശരിയാണ്, അതിലൂടെ അതിൻ്റെ അനന്തരഫലമായിട്ട് തനിക്കൊരു മണവാട്ടിയാകുന്നൊരു കാന്ത ഉണ്ടാകും, ആ ഒരു സന്തോഷമുണ്ട്. എന്നാൽ അത്യധികമായിട്ട് ആ പിതാവിനോടുള്ള ആ കൂട്ടായ്മയുടെ ഒരു സന്തോഷം മുന്നിൽ കണ്ട് ക്രൂശിനെ സഹിച്ച ആ ഒരു കർത്താവിനെ നമ്മളിവിടെ കാണുന്നത്. അത് നമ്മളിവിടെ വായിക്കുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കിയ അവൻ ആ അപമാനത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. കറ്റാഫ്രോനിയോ എന്നുള്ളൊരു വാക്ക്, തിങ്ക് ലിറ്റിൽ ഓർ നത്തിങ് ഓഫ് എന്നുള്ളൊരു വാക്കാൻ്റെ അർത്ഥം. കർത്താവ് അതിലൂടെ തനിക്ക് ആ ക്രൂശിലുള്ള ഒരു അപമാനം, താൻ അർത്ഥനഗ്നനായിട്ട് എല്ലാവരും കളിയാക്കപ്പെട്ട് എല്ലാവരും പരിഹസിക്കപ്പെട്ട് അവിടെ ആ ഒരു അപമാനം, ആ കാര്യത്തെക്കുറിച്ചൊന്നും കർത്താവ് തിങ്ക് ലിറ്റിൽ ഓർ നത്തിങ് ഓഫ് കാറ്റാഫ്രോനിയോ കർത്താവ് അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല. താൻ പിതാവിൻ്റെ അടുക്കലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലുള്ള പൂർണ്ണ സന്തോഷത്തിലേക്ക് താൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് തനിക്ക് തൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന ഒരു കാന്ത, ഒരു മണവാട്ടി ഒരുക്കപ്പെടുവാൻ പോവുകയാണ്. മനുഷ്യരാശിയിൽ അനേകർ ആ ഒരു വീണ്ടെടുപ്പിലൂടെ അവർ പൂർണ്ണ വീണ്ടെടുപ്പോടെ കർത്താവിൻ്റെ കാന്തയായി തീരും. ആ വലിയ സന്തോഷം, തൻ്റെ ക്രൂശിലെ ആ വലിയ പുണ്യയാഗത്താൽ വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ്. ആ എല്ലാ വലിയ സന്തോഷം, ആ സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അതാ നമ്മൾ ഇവിടെ അതാ വായിക്കുന്നത്. ക്രൂശിലേക്ക് ഇവിടെ 17-ാം അധ്യായത്തിൽ നമ്മളിവിടെ മഹത്വപ്പെടുത്തുന്ന കാര്യവും നമ്മളിവിടെ വായിക്കുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിൽ എന്തുവാ വന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യവും നമ്മൾ വായിക്കുന്നത്. 18-ാം അധ്യായത്തിൽ ഗെത്സമനയിലെ വലിയ ഭാരത്തോടെയുള്ള പ്രാർത്ഥനയല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 18-ാം അധ്യായത്തിൽ കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾ അത് വിശദമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് അവസാനം എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാ യോഹന്നാന് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള പ്രേരണ നൽകിയില്ല. എന്ന് ആ ഗെത്സമന തോട്ടത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് കർത്താവ് തൻ്റെ ക്രൂശിനെ കാണുന്നത് ആ ഒരു അർത്ഥം നമ്മുടെ ജീവിതത്തിലും ക്രൂസ് എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിലെ ആൾക്കാർ ക്രൂസ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ പ്രാരബ്ധവും പ്രയാസത്തിലൊക്കെ സാധാരണ ആൾക്കാർ ക്രൂസ് എന്ന് കാണുന്നത്. എന്നാൽ ക്രൂസ് എന്നുള്ള വാക്ക് അവിടെ നമ്മളെന്താ കാണുന്നത്? അവിടെ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ്. എന്ന് വെച്ചാൽ അത് സാധാരണമുള്ളൊരു മരണമല്ല, ഏറ്റവും നിന്ദ്യമായിട്ടുള്ളൊരു മരണം എന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെൻറ് അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഹീനമായിട്ടുള്ള ശിക്ഷയാണ് ക്രൂശീകരണം. അന്ന് ഏറ്റവും ഹീനമായിട്ടുള്ള ക്രിമിനൽസിനെ ഇന്ന് ഇന്ത്യയിൽ അവർ തൂക്കിലേറ്റുന്നോ വധശിക്ഷ വിധിക്കുന്നത് പോലെ അന്ന് ഏറ്റവും നീചനായിട്ടുള്ള ക്രിമിനൽസ്, അത്രയും ഏറ്റവും നീചമായിട്ടുള്ള പാപങ്ങൾ, മ്ലേച്ഛമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്നവരെ കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. അപ്പോൾ തൻ്റെ സ്വന്തം ക്രൂശ് എടുത്ത് വേണം എന്നെ അനുഗമിക്കാമെന്ന് ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറയുമ്പോൾ അവിടെ ഒരു നിന്ദയും അപമാനവും എല്ലാം സഹിച്ച ഒരു മരണം ഉണ്ട് എന്നുള്ളൊരു കാര്യം, അതിലൂടെ തന്നെ അനുഗമിക്കാൻ ഒക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മരണത്തിലൂടെ അനുഗമിക്കാൻ ഒക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താ മരിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ എല്ലാ ആഴ്ചയും നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവോ ദേഹിയോ ദേഹമോ അല്ല മരിക്കേണ്ടത്. എന്നാൽ ആത്മാവിൻ്റെ ദേഹിയുടെ ഇടയിലുള്ള
ജഡമാകുന്ന ആ തിരശീല എന്നൊക്കെ നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ ദേഹം എന്ന തിരശീല എന്ന സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ കുറച്ച് അത് തെറ്റായിട്ടുള്ള പരിഭാഷയാണ്. യഥാർത്ഥത്തിൽ ജഡമാകുന്ന തിരശീല ചീന്തി എന്നാണ് അവിടെ സാക്സ് എന്നുള്ളൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആ ആത്മാവിൻ്റെയും ദേഹിയുടെ ഇടയിലുള്ള ആ ജഡം, ആ സ്വന്തം ഇഷ്ടം, ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മളിലുള്ള എന്താണോ അത് മരിച്ചാലേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളത്തിലേക്ക് ആ മരിക്കുന്നതിൻ്റെ അളവിൽ, ആ ജഡം മരിക്കുന്നതിൻ്റെ അളവിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് നിത്യജീവനെ തരുവാനും കർത്താവിൻ്റെ ജീവനെ തരുവാനും കർത്താവിനെ നമുക്ക് അനുഗമിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പം കർത്താവ് തൻ്റെ ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പേ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മഹത്വപ്പെടുത്തണമേ? പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി. തൻ്റെ സ്വന്തം മഹത്വം ഒന്നും അന്വേഷിക്കാത്ത കർത്താവിനെ കുറിച്ചൊക്കെ നമ്മൾ യോഹന്നാൻ 8 കർത്താവ് സ്വന്തം മഹത്വം അന്വേഷിച്ചില്ല, ഇനിയിപ്പോൾ ആരെങ്കിലും മഹത്വം കൊടുത്താൽ കർത്താവ് വാങ്ങിയില്ല എന്നൊക്കെ യോഹന്നാൻ 8 5 ഒക്കെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എല്ലാം നമ്മൾ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയും, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും നിത്യജീവനെ കൊടുക്കേണ്ടതിന്, 2-ാമത്തെ വാക്യം യോഹന്നാൻ 17 2-ാമത്തെ വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പം ആത്മീയ അധികാരം നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടു. ആത്മീയ അധികാരം ദൈവം നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് ആത്മീയ അധികാരം, അതിപ്പോൾ സഭയിലാവട്ടെ, കുടുംബത്തിൽ അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ, അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠനോ മൂത്ത ജ്യേഷ്ഠത്തി എന്നുള്ള നിലയിലൊക്കെ ഉള്ളവർക്ക് മേലെ നമുക്ക് ദൈവം ഒരു ചെറിയൊരു അധികാരം എന്തിനു വേണ്ടി നൽകുന്നതിന് നിത്യജീവനെ കൊടുക്കാൻ വേണ്ടിയാണ്. യേശു കർത്താവ് തൻ്റെ ആത്മീയ അധികാരം തൻ്റെ എന്തിനു വേണ്ടി? നിത്യജീവനെ കൊടുക്കാൻ വേണ്ടി. നിത്യജീവനെ കൊടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും നിത്യജീവൻ എന്നുള്ള വാക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എന്നുള്ളൊരു അർത്ഥത്തിൽ, ആ സാധാരണ നിത്യജീവൻ എന്നുള്ള വാക്ക്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വാഴുന്ന, സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്ന എന്നുള്ളൊരു അർത്ഥത്തിൽ ആ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവിന് എൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തെയും, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെ അറിയുന്നത്, ആ ഒരു അറിയുക, നോസ്കോ എന്നുള്ള പദമൊക്കെ നമ്മൾ കണ്ടു. പറഞ്ഞാൽ അറിയുക, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഒരു ഗാഠമായിട്ടുള്ളൊരു അറിവ് പോലെയുള്ള ഒരു പിതാവിനെയും, നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തെ സ്വന്തം പിതാവായിട്ട്, സ്വന്തം അപ്പച്ചനായിട്ട്, നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും അറ്റ്മോസ്റ്റ് വെൽഫെയർ, നമ്മുടെ ഏറ്റവും ക്ഷേമം അന്വേഷിക്കുന്ന ആ ഒരു പിതാവ്, ആ പിതാവിനെ അറിയുന്നു. യേശുവിനെ ആത്മമണവാളനായിട്ട്, നമ്മളുടെ ആത്മസഖിയായിട്ട്, ഇടയനായിട്ട്, രാജാവായിട്ട്, പ്രഭുവായിട്ട്, നമ്മളുടെ കർത്താവായിട്ട് എല്ലാം അറിയുന്ന ഒരു അറിവ്. ആ ഒരു നമ്മളത് യോഹന്നാൻ 10:14-15 വാക്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. പിതാവ് എന്നെ അറിയുന്നത് പോലെ, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ എൻ്റെ ആടുകൾ എന്നെയും, ഞാൻ എൻ്റെ ആടുകളെയും അറിയുന്നു എന്നുള്ളൊരു കാര്യം. അതുപോലുള്ളൊരു അറിവ്, അതുപോലൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം. ആ ഒരു അറിയുന്നതിനനുസരിച്ച് എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിൻ്റെ ജീവൻ നമ്മളുടെ ഉള്ളത്തിലേക്ക് വന്ന് അധികമായിട്ട് നിറയും. ജീവൻ എന്നുള്ള വാക്കുമല്ല, ഈ ഒരു അർത്ഥത്തിലാണ് കർത്താവ് സൊയെ എന്നുള്ളൊരു പദമാണ് ഈ ലൈഫ് എന്നുള്ളതിന്, ആത്മീയ ജീവനെ കുറിക്കാനായിട്ട് ആ ഒരു പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അയോണിയോസ് എന്ന് പറയുമ്പോൾ ഇറ്റേണൽ, ആദിയും ഇല്ലാത്ത അന്തവും ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, നിത്യജീവൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവൻ എന്നുള്ള എല്ലാവരുടെ അർത്ഥം. ആദിയില്ലാത്ത ജീവൻ, അന്തവും ഇല്ലാത്ത ജീവൻ. നരകത്തിലേക്ക് പോകുന്നവർ നിത്യമായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നിത്യമായിട്ട് അവരുടെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്. അപ്പം അവരും നിത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്, നരകത്തിലുള്ളവരും നിത്യപൊയ്കയിലുള്ളവരും. എന്നാൽ സ്വർഗത്തിലുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്ത ജീവൻ, അന്തവും ഇല്ലാത്ത ജീവൻ. അതെന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ ജീവനാണ്, അത് ദൈവത്തിൻ്റെ ജീവനാണ്. അപ്പം ആ ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം. അത് നമുക്ക് എങ്ങനെ കർത്താവിനെ അറിയുന്നതിലൂടെ ലഭിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ സ്വഭാവം. ആ നിത്യജീവൻ എന്നുള്ള പദത്തിൻ്റെ ആ ഒരു ഒരേ കോയിൻ്റെ രണ്ട് വശം എന്ന് പറഞ്ഞതുപോലെ, ഒന്ന് ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3 ആ അറിയുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകേണ്ടതിനെന്നൊക്കെ 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കാനും, സ്നേഹിക്കാനും, പൊറുക്കാനും, നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നോട്ടത്തിലും എല്ലാം ഒരു വിശുദ്ധി വരാനും, പിന്നെന്താ പണസ്നേഹവും മനുഷ്യമാനവും അങ്ങനെയുള്ള പല കാര്യങ്ങളും, ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് കർത്താവിനായിട്ട് ജീവിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ഒരു ജീവൻ, ആ ഒരു ജീവൻ, യേശുവിലുള്ള ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എവിടെ വായിക്കുന്നത്? യോഹന്നാൻ 1-ാമത്തെ വാക്യത്തിൽ നമ്മളതാ വായിക്കുന്നത്. ഈ ജീവൻ, നിത്യജീവൻ എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്നൊരു ജീവനാണ്. യോഹന്നാൻ 1:4 അവനിൽ, അതായത് യേശുവിൽ, ഈ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചം
ഇതിലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ വചനം വായിക്കുന്നത്. അപ്പൊ ഇന്ന് ആത്മീയമായിട്ട് അന്ധകാരത്തിലാണ് ലോകം. അവിടെ ഇപ്പൊ നമ്മളുടെ കോളേജില്, നമ്മുടെ സ്കൂളില്, എല്ലാവരും നമ്മുടെ ഓഫീസില്, നമ്മുടെ അയൽവക്കത്ത് എല്ലാവരും ആത്മീയമായിട്ട് അന്ധകാരത്തിലിരിക്കുക. അപ്പൊ അവിടെ കുറച്ച് ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കണം. ഒന്നുകിൽ ഇത് വെളിച്ചം വേണമെങ്കിൽ ഒന്നുകിൽ KCB വിളിക്കണം, അല്ലെങ്കിൽ സോളാർ വേണം എന്ന് പറയുന്ന പോലെ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിട്ട് അവരുടെ അന്ധകാരത്തിൽ അവർക്ക് ഏതാ സത്യം, ഏതാ നല്ലത്, ഏതാ ചീത്തത്, ഏതാ നിത്യതയിൽ വിലയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരെ നമ്മുടെ ചുറ്റുമായിട്ടുള്ളവർ, അവർ അവരുടേതായ തോന്നിവാസങ്ങളിലും അവരുടേതായ രീതിയിലും അവരുടേതായ പോക്കിലും ഒക്കെ അങ്ങനെ ലോകക്കാർ ഒരു വിശാലമായ രീതിയിൽ നശിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നാൽ അവിടെ ഒരു ഇലക്ട്രിക് കണക്ഷൻ, ഇപ്പം ഒരു ഗ്രാമത്തിൽ മൊത്തം ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, അവിടെ പെട്ടെന്ന് ഒരു വീട്ടിൽ ഇലക്ട്രിക് കണക്ഷൻ വന്നാൽ എല്ലാവരുടെയും ഫോക്കസ് എപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ആ വീട്ടിൽ നോക്കി ലൈറ്റ് കിടക്കുന്നത്, ബാക്കി എല്ലായിടത്തും ഇരുട്ടാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചുറ്റും എല്ലാവരും ഈ നിത്യമായിട്ടുള്ള ഒരു ജീവൻ, ദൈവത്തിന്റെ ജീവൻ ഇല്ലാത്തവരാ. അപ്പം അവിടെ ദൈവത്തിന്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ആ ജീവന്റെ ഒരു തുള്ളി നമ്മൾക്ക് ലഭിച്ചു. നമ്മൾ ഈ ക്രൂസിന്റെ വഴിയെ നമ്മൾ എങ്ങനെ ഈ ജീവൻ ലഭിക്കണമെങ്കിൽ മരണത്തിലൂടെ ജീവൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന വാക്യങ്ങളിലാണ് മർത്ത ശരീരത്തിൽ യേശുവിന് ജീവൻ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ മർത്ത ശരീരത്തിൽ യേശുവിന് മരണം വഹിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം, അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലൊരു മരണം സംഭവിക്കുമ്പോഴാണ് യേശുവിൻ്റെ ജീവൻ നമ്മളിൽ നിറയുന്നതും മറ്റുള്ളവർക്ക് നമ്മളൊരു വെളിച്ചമായി തീരുന്നതും. കർത്താവ് ത്രിയേക ദൈവത്തിന് രണ്ടാമനായ കർത്താവ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആടുകൾക്ക് ജീവൻ കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 10 കണ്ടായിരുന്നു. താൻ സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനാണ് വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 10:10 പറഞ്ഞിട്ട് 11ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് തൻ്റെ ജീവൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നല്ല ഇടയനാകുന്നു, ഒരു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു, തൻ്റെ പ്രാണനെ കൊടുക്കുന്നു. അവിടെ സുഖേ അല്ലെങ്കിൽ സൈക്കി എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പറഞ്ഞാൽ സോളിനെ കുറിക്കുന്ന ഒരു പദം, തൻ്റെ സ്വയജീവനെ കൊടുക്കുന്നു. തൻ്റെ സ്വയജീവനെ കൊടുത്താണ് പിതാവിൽ നിന്ന് നിത്യജീവൻ നേടി. ആ നിത്യജീവനാ യേശു മറ്റുള്ളവർക്ക് കൊടുത്തത്. തന്നെ ഒഴിച്ച് ഈ ഭൂമിയിലാണ് യേശു ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ യേശുവില് ജീവന്റെ സമൃദ്ധി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഉണ്ടായത്? താൻ തൃത്വത്തിൽ രണ്ടാമനായ സർവശക്തനായ ദൈവമായതുകൊണ്ട് ജീവന്റെ സമൃദ്ധി തനിക്ക് ഉണ്ടെന്നല്ല കർത്താവ് പറയുന്നത്. മറിച്ച് താൻ ഈ ക്രൂസിന്റെ വഴിയിൽ എപ്പോഴും പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ സമ്പൂർണ്ണമായിട്ട് കീഴടക്കി ഏൽപ്പിച്ചത് കൊണ്ട് പിതാവ് ആത്മാവിനെ അളവുകൂടാതെ അല്ലയോ കൊടുക്കുന്നതൊക്കെ യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നുണ്ട്. അളവുകൂടാതെ ആ പരിശുദ്ധാത്മാവിന്റെ നിത്യജീവൻ യേശുവിന് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പം യേശുവിന്റെ പ്രവൃത്തികളിലൂടെ, യേശുവിന്റെ നോട്ടത്തിലൂടെ, യേശുവിന്റെ വാക്കുകളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുമായിരുന്നു. അപ്പൊ അതാ കർത്താവ് ഇവിടെ യോഹന്നാൻ 17:2 നമ്മൾ വായിച്ച്, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്കും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? കർത്താവ് തന്നെ ഇവിടെ പറയുന്നുണ്ട് 17ാം അധ്യായത്തിൽ തന്നെ, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് 18ാമത്തെ വാക്യം. ഇതേ 17ാം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തില്, നീ എന്നെ, അതായത് പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും, അതായത് നമ്മളെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യേശുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ്. ആരും നശിച്ചു പോകാതെ അവന് വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനൊക്കെ യോഹന്നാൻ 3:16 വാക്യം നമുക്കറിയാം. അവിടെ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ ജീവൻ കിട്ടാൻ വേണ്ടിയാ, ലഭിക്കാൻ വേണ്ടിയാണ്, കൊടുക്കാൻ വേണ്ടിയാണ് യേശുവിനെ അയച്ചിരിക്കുന്നത്. അപ്പം നമ്മളെയും യേശുവിനെ പിതാവ് അയച്ചതുപോലെ യേശു നമ്മളെ ഇപ്പോൾ അയച്ചേക്കുമോ ഈ ലോകത്ത്. നമ്മളിവിടെ മുട്ടത്തിന്റെ പ്രദേശത്ത്, അല്ലെങ്കിൽ കരിയിലക്കുളങ്ങരയുടെ പ്രദേശത്ത്, അല്ലെങ്കിൽ രാമപുരത്ത്, കരുനാഗപ്പള്ളിയിൽ, മുള്ളിക്കുളങ്ങരയിൽ, കറ്റാനത്ത്, പല സ്ഥലങ്ങളിൽ നമ്മളെ ദൈവം ഓരോരുത്തടുത്ത്, അടൂരും ബാക്കി കൊയിലാണ്ടിയിലും അവിടെ പല സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ, രാജസ്ഥാനിലും ഒക്കെ അയച്ചേക്കുമോ? എന്തിനാ? ദൈവത്തിന്റെ ജീവനെ കൊടുക്കാൻ വേണ്ടി, കർത്താവിന്റെ ജീവനെ കൊടുക്കാൻ വേണ്ടി, കർത്താവിന്റെ നിത്യജീവനെ കൊടുക്കാൻ വേണ്ടി. അത് നമ്മളുടെ ജീവിതത്തിലൂടെ ആ ജീവനെ കൊടുക്കണം. പിന്നെന്താ? കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു ബൈബിൾ ഗിഫ്റ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഒരു സാക്ഷ്യം പറയാനായിരിക്കും, പ്രാർത്ഥിക്കാമെന്ന് പറയാനായിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കുന്ന വാക്കുകൾ പറയുവാന്, കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയാനാ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്നൊക്കെ നമുക്ക് എഫീസർ 4:29 വാക്യം നമുക്കറിയാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത്. കൃപ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി. എന്നാൽ സാത്താൻ സംസാരിച്ചപ്പോഴും, സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനൊക്കെ സംസാരിച്ചപ്പം പുറപ്പെട്ടത് എന്താ? തവളകൾ പുറപ്പെട്ടു എന്നാണ് നമ്മൾ കഴിഞ്ഞ വെളിപാട് പുസ്തകത്തിന്റെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഇതിന്റെ കോൺട്രാസ്റ്റ് എന്താ? ജീവനെ കൊടുക്കാനായിട്ടാ യേശുവും യേശുവിന്റെ ശിഷ്യന്മാരും ഒക്കെ മരണത്തെ കൊടുക്കാനായിട്ടാ ആര് നിൽക്കുന്നേ? വെളിപാട് 16
അവിടെ അവരുടെ വായിൽ നിന്ന് വന്നത് 13-ാമത്തെ വാക്യം. വെളിപാട് 16:13 മഹാസർപ്പത്തിന്, അവിടെ ഒരു തൃത്വം നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താന്റെ തൃത്വം. നമ്മുടെ അന്തിമോചനം പുസ്തകത്തിൽ വായിച്ചതുപോലെ മഹാസർപ്പമുണ്ട്, മൃഗം അതായത് എതിർക്രിസ്തു ഉണ്ട്, കള്ളപ്രവാചകനുണ്ട്. ഇവരുടെ എല്ലാം കൂടെ വായിൽ നിന്ന് എന്തോ പുറപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത്. എന്തിനെ പോലെ തവളകളെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു. അപ്പോൾ അത് അശുദ്ധാത്മാക്കൾ ആൾക്കാരിലേക്ക് മരണം ഉണ്ടാക്കാനായിട്ട്, അത് കള്ളൻ കൊല്ലുവാനും മുടിക്കുവാനും അറുക്കുവാനും അല്ലാതെ വരുന്നില്ല. സ്റ്റീൽ കിൽ ആൻഡ് ഡിസ്ട്രോയ്. അന്ന് ജോർജ് പേർ പാതിരപ്പള്ളിയിൽ വെച്ച് പറഞ്ഞതുപോലെ ആദ്യം ഒരു കള്ളം വന്ന് മോഷ്ടിക്കുന്നു, പിന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കണ്ടവരെ എല്ലാം കില്ല് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ അവിടെ നിന്ന് ചുട്ട നാശാഘോഷമാക്കുന്നു. എന്ന് വെച്ചാൽ പിന്നെ തെളിവൊന്നും അവശേഷിക്കുക. അത് സ്റ്റീൽ കിൽ ആൻഡ് ഡിസ്ട്രോയ്. അത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും. ആദ്യം മോഷ്ടിക്കുന്നു, അറുക്കുന്നു, പിന്നെ മുടിക്കുന്നു. ആ കള്ളന്റെ പരിപാടി അതാ. അതിനുവേണ്ടി അവൻ വരുന്നേ. അവൻ സംസാരിക്കുമ്പോഴത്തേക്കും ദുരാത്മാക്കളാ അവൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകന്റെ ഒക്കെ വായിൽ നിന്ന് തവളകളെ പോലെ പുറപ്പെട്ടത്. എന്നാൽ ദൈവമക്കളുടെ വായിൽ നിന്ന് എന്താ പുറപ്പെടേണ്ടേ? പരിശുദ്ധാത്മാവാ പുറപ്പെടേണ്ടേ. അവിടെ നിന്ന് ദുരാത്മാക്കളാണെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവ് പുറപ്പെടണം. പരിശുദ്ധാത്മാവ് പുറപ്പെടണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ. നമ്മളുടെ ജഡം ക്രൂസിലായിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് ഒന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലൂടെ നമ്മളുടെ മനസ്സിനെ പുതുക്കി, നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച്, നമ്മളുടെ തീരുമാനങ്ങളിൽ ഓരോ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ജീവനും സമാധാനവും ആശ്വാസവും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് പറയണം. അപ്പോഴായിരിക്കും ചിലപ്പം മറ്റുള്ളവർക്ക് കാര്യങ്ങളെ കത്തുന്നത്. ഇപ്പോൾ എങ്ങനെയാണോ അത് കൃപയോടാണോ, സ്നേഹത്തിൽ സത്യം സംസാരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കുന്നു, നിത്യജീവനെ കൊടുക്കുന്നു. നമ്മളുടെ സാധാരണ കോൺവെർസേഷനും എല്ലാം അത് വചനം പറയുമ്പോൾ മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ നമ്മൾ ഭാര്യയോട് സംസാരിക്കുന്ന, ഭർത്താവിനോട് സംസാരിക്കുന്ന, കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന, പിന്നെന്താ നമ്മളെ ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുന്ന, അവിടെ എല്ലാം നമ്മളുടെ സ്വയജീവൻ, നമ്മുടെ സ്വന്തം ഇഷ്ടം ക്രൂസിലാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാ നമ്മളിലൊന്നും നിറഞ്ഞുകൊണ്ടേ ഇരുന്ന നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നമ്മളിപ്പോൾ ഒരു ചായ തരാൻ പറഞ്ഞാലും പിന്നെന്താ വേറെ എന്തെങ്കിലും നമ്മളെ കടയിൽ ചെന്ന സാധനങ്ങൾ വാങ്ങുന്നതായാലും ബാക്കിയുള്ളവർക്ക് ഇത് എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ അവർക്കൊരു ഒരു വെളിച്ചമുണ്ട്. ചില സഹോദരങ്ങളെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു വെളിച്ചം, അവരുടെ ഒരു സൗമ്യത, അവിടെ ഒരു കർത്താവിൻ്റെ ഒരു തേജസ്. അപ്പം അതുപോലെ മറ്റുള്ളവർക്കൊരു ജീവനെ കൊടുക്കുവാൻ, അതാ നമ്മൾ അതിനുവേണ്ടി ദൈവം നമുക്ക് ആത്മീയമായിട്ടുള്ള അധികാരം തരുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ യോഹന്നാൻ 17 2-ാമത്തെ വാക്യത്തിൽ വായിച്ച്. ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന. അപ്പം അതെ ഏകസത്യമായ ദൈവമായി നിന്നെയും, അവിടെ ഏകസത്യ ദൈവമായി നിന്നെയെന്ന് പറയുന്നുണ്ട്. ഒത്തിരി ദൈവങ്ങളൊന്നുമില്ല, കോടി ദൈവങ്ങളൊന്നുമില്ല, ഒരു സത്യദൈവമേ ഉള്ളൂ. അപ്പോൾ കള്ളദൈവങ്ങൾ ഒത്തിരി ഉണ്ട്, അതല്ലാത്തതെല്ലാം കള്ളദൈവങ്ങളാണ്. എന്നാൽ ഒരു സത്യദൈവമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4:12 വായിക്കുന്നുണ്ട്. താൻ തന്നെയാണ് വഴി, സത്യം, ജീവനും പിതാവിന്റെ അടുക്കൽ താൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് യോഹന്നാൻ 14:6 കർത്താവ് പറയുന്നുണ്ട്. അപ്പം ആ ഏകസത്യ ദൈവമായ പിതാവിനെയും പിതാവ് അയച്ച യേശു ക്രിസ്തുവിനെയും, അപ്പം നമ്മൾ ആരെയും അറിയുന്ന യേശുവിനെ അറിയുക എന്ന് പറയുകയല്ല, പിതാവ് അയച്ച ഈ യേശു, അതായത് സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത ഒരു യേശു, മനുഷ്യനായിട്ട് വന്ന യേശുവിനെ അറിയണം. നമുക്ക് യേശുവിനെ ദൈവമായിട്ട് നമ്മൾ അറിയണം. എന്നാൽ നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ ഊന്നി പറഞ്ഞതുപോലെ മനുഷ്യനായിട്ട് വന്ന യേശുവിനെയും, ജഡത്തിൽ വെളിപ്പെട്ട യേശുവാണ് ദൈവഭക്തിയുടെ മർമ്മം എന്നാണ് നമ്മൾ 1 തിമോഥെയോസ് 3:16 നമ്മൾ വായിക്കുന്നത്. ആ പിതാവ് അയച്ചവനായ യേശുവിനെ അറിയുക. അതായത് താൻ തന്നെയായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി വന്ന യേശുവല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു യേശുവല്ല, മറിച്ച് തന്നെ ഒഴിച്ച് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുൻമാതൃകയായി തീർന്ന യേശു. ആ യേശുവിനെ നമ്മൾ അറിയുന്നു. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷകളുടെ സന്ദർഭത്തിൽ യേശു കർത്താവ് എന്നെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നാണ് എബ്രായർ 4:15 വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിരാശപ്പെടാനോ ആകുലപ്പെടാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ കൈപ്പായിട്ടിരിക്കാനോ അസ്വസ്ഥതാകാനോ അശുദ്ധമാകാനോ മറ്റുള്ളവരെ വിധിക്കാനോ നിഗളിക്കാനോ ലോകത്തെ സ്നേഹിക്കാനോ മനുഷ്യമാനം തേടാനോ ഒക്കെയുള്ള പല പ്രലോഭനങ്ങളും പരീക്ഷകളും ഒക്കെ വരുമ്പോൾ അവിടെ കർത്താവെ അവിടുന്ന് എന്നെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടല്ലോ, ഇതിലും വലിയ പരീക്ഷകളെല്ലാം അവിടുന്ന് അനുഭവിച്ചല്ലോ. എന്നാൽ കർത്താവെ അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ എങ്ങനെ ആ നസ്രയത്തിലെ 30 വർഷക്കാലം കർത്താവ് ജീവിച്ചപ്പോൾ എങ്ങനെ കർത്താവെ അവിടുന്ന് ഒരു യൗവനക്കാരനായിരുന്നപ്പോൾ കർത്താവ് അനുഭവിച്ച പരീക്ഷകൾ, ബാക്കിയുള്ളവരിൽ നിന്ന് അനുഭവിച്ച ഓരോ തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളും യഥാർത്ഥ പ്രയോഗങ്ങളും കളിയാക്കലുകളും ഒക്കെ അവരോടൊന്ന് തൻ്റെ അനിയന്മാർ പോലും സഹോദരന്മാർ പോലും കർത്താവിനെ വിശ്വസിച്ചില്ല എന്ന് യോഹന്നാൻ 7:5 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം
അവിശ്വാസികളായിട്ടുള്ളവരുടെ കൂടെ ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നുള്ള പല പ്രഷറുകളും ഒക്കെ അവിടെയൊക്കെ ഒരു അസ്വസ്ഥതയുടെ ഒരു കയ്പിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലെങ്കിലും വന്നാൽ പോലും അത് പാപമായി പോയേനെ. പക്ഷേ അവിടെ ഒന്നും പാപം ചെയ്യാതെ കർത്താവ് അവിടുന്ന് ഏറ്റവും സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവിടുന്ന് ജീവിച്ചല്ലോ. ആ 3.5 വർഷക്കാലം കർത്താവിൻ്റെ ശുശ്രൂഷയിലെ പരീക്ഷന്മാരൊക്കെ എന്തെല്ലാം ചെയ്യാൻ നോക്കി. കർത്താവിനെ കല്ലെറിയാൻ നോക്കി, കർത്താവിനെ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കി. അങ്ങനെയുള്ള എന്തെല്ലാം പല പല സാഹചര്യങ്ങളിലൂടെ കർത്താവ് കടന്നു പോയപ്പം അവസാനം ആ ക്രൂസിൽ ഗത്സമന തോട്ടത്തിലെ ആ വലിയ വേദന, പിന്നെ ക്രൂസിൻ്റെ ആ ഒരു നിന്ന, അവിടെ എല്ലാം ഇവർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശു, ആ അയച്ച യേശുവിനെ അറിയുന്ന, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും ചെറുതും വലുതുമായിട്ടുള്ള ആ ഒരു പരീക്ഷകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. നമ്മളവിടെ നമ്മളുടെ കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിൽ ഈ യേശുവിനെ വെളിപ്പെടുത്തി തരും. ഏത് യേശുവിനെയാണ്? പിതാവ് അയച്ചവനായ യേശുവിനെ. അപ്പോൾ ആ യേശുവിനെ അറിയുന്ന ഒരു അറിവുണ്ട്. ആ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, കർത്താവ് എങ്ങനെ ഓരോ സാഹചര്യത്തിലും പെരുമാറി, കർത്താവ് എങ്ങനെ ലോകത്താൽ കളങ്കപ്പെടാതിരുന്നു, കർത്താവ് എങ്ങനെ കാർക്കശ്യത്തോടെ പല കാര്യങ്ങളും പാപത്തിനും പാരമ്പര്യത്തിനും ഒക്കെ എതിരായിട്ട് മനുഷ്യമാനം തേടാതെ അവരെന്ത് പേരയ്ക്ക് ഇവരെന്ത് പേരയ്ക്ക് വിചാരിക്കാതെ കർത്താവ് ഇങ്ങനെ ധൈര്യത്തോടെ കാര്യങ്ങളെ ചെയ്തു. അപ്പോൾ ആ യേശുവിനെ നമ്മൾ അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിയുന്നതിലൂടെ കർത്താവിൻ്റെ നിത്യജീവൻ, കർത്താവിൻ്റെ ജീവൻ അധികമായിട്ട് നമ്മളുടെ ഉള്ളത്തിലേക്ക് വന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ഈ ജീവനെ കൊടുക്കാനൊക്കുന്നത്. അത് ഏകസത്യ ദൈവമായി നിന്നെയും അത് പിതാവിനെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയും, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതുന്ന, ഐ ഗ്ലോറിഫൈഡ് യു ഓൺ ദ എർത്ത് ഹാവിങ് അക്കംപ്ലിഷ്ഡ് ദ വർക്ക് വിച്ച് യു ഹാവ് ഗിവൻ മീ ടു ഡു എന്ന് പറഞ്ഞാൽ, നീ തന്നിരിക്കുന്ന നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തികച്ചിരിക്കുന്നതിലൂടെ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എങ്ങനെ നമുക്ക് യേശുവിനെ പിതാവിനെ എങ്ങനെ മഹത്വപ്പെടുത്താൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, പിതാവ് കൊടുത്ത പ്രവൃത്തിയെല്ലാം തികച്ചു. അതായത് ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് കുറേ ഫയലൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ ആ ഫയലെല്ലാം അങ്ങ് ചെയ്ത് തീർത്തു. അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി, ഫിനിഷ്ഡ് ആക്കി എന്ന് പറയുന്നത് പോലെ പിതാവ് തനിക്ക് തന്നിരുന്ന 10 ഫയലുണ്ടെങ്കിൽ അത് 2 നോക്കിയിട്ട് എനിക്ക് മടുത്തു, അതുകൊണ്ട് ഇപ്പം ബാക്കിയൊക്കെ പിന്നെ നോക്കാം ഇന്ന് വിചാരിച്ചില്ല. കർത്താവ് ഓരോ ദിവസവും പിതാവ് തന്നെ ഏൽപ്പിച്ചതെല്ലാം ഓരോ ദിവസവും അത് ചെയ്തു തീർത്തു. അങ്ങനെ താൻ വലിയ ഇതേപോലെ തികച്ചിരിക്കുന്നു, അക്കംപ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ പദം നമ്മൾ പിന്നെ കർത്താവ് പറയുന്നത് ഇതേ യോഹന്നാന്റെ സുവിശേഷം 4:34 കാണുന്നുണ്ട്. അവിടെ കർത്താവ് വലിയ വിശപ്പൊക്കെ ആയിരുന്നു, വിശപ്പും ക്ഷീണമൊക്കെ ആയിരുന്നു, ദാഹിച്ചിരിക്കുമായിരുന്നു, ടയേർഡായിരുന്നു. സമരിയക്കാരത്തി സ്ത്രീയുടെ ആ സംഭവം നമുക്കറിയാം. യോഹന്നാൻ 4 അധ്യായത്തിൽ കർത്താവ് വളരെ എക്സോസ്റ്റഡ് ആൻഡ് ടയേർഡ് ആയിരുന്നു. 6ാമത്തെ വാക്യത്തിൽ കർത്താവ് വളരെ വീറിഡ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അതായത് വളരെ ക്ഷീണിച്ചിട്ട് കർത്താവിന് വലിയ ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയെന്നുള്ള കാര്യം തന്നെ നമുക്ക് അറിയത്തില്ല. ശബരികാരത്തിയോട് വെള്ളമൊക്കെ ചോദിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ദാഹവും വിശപ്പും എല്ലാം മറന്ന് കർത്താവ് അവിടെ പറയുന്നത് എന്താ? അതിൻ്റെ 34ാമത്തെ വാക്യത്തിൽ യേശു യോഹന്നാൻ 4:34 യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ, അവിടെയും കർത്താവ് കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യുമല്ല, എന്നെ അയച്ച ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഒരാൾ നമ്മളുടെ ഓഫീസിലേക്ക് വരുന്നു. അപ്പം അവിടെ വെറുതെ അവർ വരുമല്ല, അവർ ID കാർഡ് അല്ലെങ്കിൽ CBI റെയ്ഡിനെ വരികയെന്നിരിക്കട്ടെ. അപ്പോൾ CBI റെയ്ഡിന് വെറുതെ ആരെങ്കിലും വന്ന് റെയ്ഡ് നടത്താൻ വെക്കും. അവരുടെ ID കാർഡൊക്കെ കാണിച്ച് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരാണ്, ഞങ്ങളെ അയച്ചിരിക്കുന്നവർ, ആ അധികാരത്തിലാണ് വരുന്നത് എന്ന് പറയുന്നത് പോലെ താൻ തൻ്റെതായിട്ടുള്ള കാര്യം അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ഓടി ചാടി നടക്കുന്ന ഒരാളായിട്ടല്ല, മറിച്ച് എന്നെ അയച്ചിരിക്കുന്ന ഒരുവനുണ്ട്. യേശു കൂടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്ന ഒരു കാര്യം, എന്നെ അയച്ച് സ്വന്തമായിട്ടൊന്നും വന്നതല്ല, പിതാവിൽ നിന്ന് അയച്ച പിതാവിൻ്റെ അധികാരത്തോടെ ഞാൻ വന്നിരിക്കുക. ആ ഐക്യപ്പെട്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥം, ഈ അപ്പോസ്തലൻ എന്നുള്ള വാക്കിനർത്ഥം തന്നെ അപ്പോസ്തലൻ, ഐക്യപ്പെട്ടവൻ എന്നുള്ള വാക്ക് നമ്മൾ എബ്രായർ 3:1 വാക്യത്തിലൊക്കെ യേശുവിന് അപ്പോസ്തലൻ എന്നൊരു പേര് തന്നെ വന്നത് എങ്ങനെയാണ്? കർത്താവ് പിതാവിനാൽ ഐക്യപ്പെട്ടവനായിട്ട്. ബാക്കി വേറെ ഒത്തിരി അപ്പോസ്തലന്മാർ, കർത്താവ് 12 അപ്പോസ്തലന്മാരെയും പിന്നെ വീണ്ടും സഭയ്ക്കായിട്ട് ഇന്നും ദൈവം അഭിഷേകം ചെയ്ത അപ്പോസ്തലന്മാരുണ്ട്. യഥാർത്ഥത്തിലുള്ള അപ്പോസ്തലന്മാരുണ്ട്. കള്ള അപ്പോസ്തലന്മാർ, സ്വയം അപ്പോസ്തലൻ പേരെടുക്കുന്ന കള്ള അപ്പോസ്തലന്മാർ യൂട്യൂബിലും ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോസ്റ്റൽ സോയൻസോ, പ്രോഫറ്റ് സോയൻസോ എന്ന് പറഞ്ഞ് കുറേ കള്ള പ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും ഒക്കെയാണ് സ്വയം ടൈറ്റിലായിട്ട് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു സഭകളുടെ മൂപ്പന്മാർക്ക് ഒരു പിതാവ് എന്ന വണ്ണമൊക്കെ
ദൈവം ആക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലിക ശുശ്രൂഷ ഇന്നും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു അയച്ചിരിക്കുന്ന അവിടെ നമ്മളിത് യോഹന്നാൻ 4:34 നമ്മളിവിടെ വായിക്കുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് അത്ര എൻ്റെ ആഹാരം. അപ്പോൾ കർത്താവ് അവസാനം ഈ യോഹന്നാൻ 17:4 അവസാനം പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് അഴുകി വന്നിരിക്കുന്നു, അതുകൊണ്ട് ആ കർത്താവ് എല്ലാം തികച്ചിട്ടുണ്ട് ഓക്കെ എന്ന് പറയുമില്ല. ഓരോ ദിവസവും ഇത് തികച്ച് വന്നുകൊണ്ടാണ് അവസാനം തികച്ചു എന്ന് പറയാൻ നിൽക്കുന്നത്. അവസാനം പരീക്ഷ എടുത്തു വരുമ്പോൾ എനിക്ക് എല്ലാം എപ്പം ഞാനങ്ങ് പഠിച്ചു തീർക്കാം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ഓരോ ദിവസവും പഠിച്ച് വന്നാലേ അവസാനം പരീക്ഷ ആകുമ്പോഴത്തേക്കും ഈ ഞാൻ പോർഷൻസൊക്കെ റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ചു തീർത്തിരിക്കുന്നു എന്ന് പറയാനൊക്കത്തുള്ളൂ പറഞ്ഞതുപോലെ ഇവിടെ കർത്താവ് പറയുക, തൻ്റെ ആഹാരം തന്നെ ഓരോ ദിവസവും നമ്മൾ 5 ദിവസത്തേക്കുള്ള വേണ്ടി ആഹാരം ഒരുമിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ഓരോ ദിവസവും അതായത് സമയത്ത് ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് പോലെ പിതാവ് തന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഓരോ സമയത്തും അറിഞ്ഞ് ഓരോ ദിവസവും അത് ചെയ്ത് തികച്ച് ഓരോരോ ഫയലായിട്ട് ഓരോരോ സമയത്ത് അതിൻ്റെതായ ഫലം അത് തന്നെ കർത്താവിൻ്റെ ആഹാരം. ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ആഹാരം. പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്തെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കേണ്ടതെന്ന് മത്തായി 4:4 ലൂക്കോസ് 4:4 കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ വചനം ആണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളൊരു കാര്യം നമ്മൾ ആ 2 വാക്യങ്ങളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മത്തായി 4:4 ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ആഹാരം എന്ന് വായിക്കുന്നത്. അപ്പം പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ്. അത് രണ്ടും A=B B=C എന്ന് പറയുന്ന പോലെ A=C എന്ന് പറയുന്നത് പോലെ പിതാവിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ വചനം. ആ പിതാവിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ വചനം അതങ്ങ് ചെയ്ത് നിവർത്തിക്കുന്ന ഓരോ സമയത്തും ആ വചനം അനുശാസിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്ത് തീർത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് തനിക്ക് ആഹാരമായിട്ട്, തനിക്ക് ആത്മാവിൽ തന്നെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ആഹാരമായിട്ട് മാറിയിരിക്കുന്നുള്ള കാര്യം പറയുന്നത്. അതായത് ഇവിടെ 4-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിച്ച 4-5 കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്താം. ഞാൻ ഭൂമിയിൽ നിന്നെ 4-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമുക്കും ദൈവം പ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ? നമുക്ക് മിക്കവർക്ക് പരിചയമായിട്ടുള്ള ഒരു വാക്യമാണ് എഫേസ്യർ 2:10 വാക്യം. എഫേസ്യർ 2:10 എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ ദൈവം നമുക്ക് വേണ്ടി കുറെ പ്രവൃത്തികളൊക്കെ മുൻനിയമിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൈപ്പണിയായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എഫേസ്യർ 2:10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നമേ ഒരുക്കിയിരിക്കുന്നു. അപ്പം യേശുവിന് മാത്രമല്ല പിതാവ് എല്ലാം മുന്നമേ ഒരുക്കി വെച്ചത്, നമുക്ക് വേണ്ടി ദൈവം എല്ലാം മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നടന്നു പോരണം. എന്നുവെച്ചാൽ ഓരോ ദിവസവും കർത്താവിനെ കൈപിടിച്ച് നടക്കുമ്പോഴേ നമുക്ക് ആ ജീവന്റെ വഴിയിലൂടെ, ക്രൂശിന്റെ വഴിയിലൂടെ, എടുക്കുകയും ഞെരുക്കമുള്ള വഴിയിലൂടെ നടന്നാലേ ഈ സൽപ്രവൃത്തികളിലൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിശാലമായ വഴി കൂടെ പോവുകയാണെങ്കിൽ വേറെ നമ്മളുടേതായ എന്തെങ്കിലും സ്വയത്തിലുള്ള ചില സൽപ്രവൃത്തികൾ മാർത്തയെ പോലെ നമുക്ക് ഇഷ്ടം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ദൈവമേ ഞാനത് ചെയ്തല്ലോ, അവിടുത്തെ വേല ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മനസാക്ഷിയെ സന്തോഷിപ്പിക്കാം. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ച സൽപ്രവൃത്തികൾ ആയിരിക്കണമെന്നില്ല. മറിച്ച് നാം കർത്താവിൻ്റെ കൂടെ ആ ക്രൂശിൻ്റെ കർത്താവ് പോയ അതേ വഴിയിൽ കർത്താവ് അവിടുത്തെ ഇഷ്ടം മാത്രമാകട്ടെ എന്ന് പറഞ്ഞ് താഴ്ത്തി ഏൽപ്പിച്ച് അങ്ങനെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ സമയത്തും ഒരുപക്ഷെ നമ്മളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അഭിനന്ദിക്കുന്ന, നന്ദി പറയുന്ന ചില വാക്കുകളായിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാൻ ഇത്രയും തിരക്കിനിടയിൽ വരുമ്പോൾ സ്ത്രീകൾ ആ പാട്ടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ എല്ലാം എഴുതി തന്ന് സ്ത്രീകളെ ഇങ്ങോട്ട് ഇവിടെ രാമപുരം വരെ ഓടിച്ചോണ്ട് വന്നത്. അപ്പോൾ ഞാൻ താങ്ക് യു സ്ത്രീകൾ എല്ലാം ചെയ്തു തന്നെ. അപ്പോൾ ചിലപ്പോൾ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നത് ആ സൽപ്രവൃത്തി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പൈസ കൊണ്ട് ദൈവം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തു. പക്ഷെ അതല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ഒരു സാങ്ക്വറി ചോദിക്കുന്ന കണക്ക് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് ഒരു അപ്രീഷിയേറ്റിംഗ് വേർഡ് പറഞ്ഞേ എന്ന് കോൺഫറൻസിന് എവിടെ ഈ ഫാമിലി മീറ്റിങ്ങിനൊക്കെ ഉണ്ടെങ്കിലും വേറെ സാധാരണ ചോദിക്കുന്ന ഒരു അഗ്നിശരമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റായിട്ട് നിങ്ങളുടെ മക്കളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത്, നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ഒരു നന്ദി വാക്ക് അല്ലെങ്കിൽ അപ്രീസിയേഷൻ പറഞ്ഞത്? നമ്മൾ സൽപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മളങ്ങ് അവിടെ പോയി അങ്ങ് മിഷണറി ആയിട്ട് ചെയ്താലും മൊത്തം ദൈവം അതിനായിട്ട് നമ്മൾ വിളിച്ചെങ്കിൽ പോവാം. പക്ഷേ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളുടെ പലപ്പോഴും പലരും ഇങ്ങനെ കൗൺസിലിംഗ് ആയിട്ടൊക്കെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ ഡോക്ടറെ അങ്ങനെ എല്ലായിടത്തും ഞാൻ വളരെ സൗമ്യനാണ്, എൻ്റെ വീട്ടിൽ ഒഴിച്ച്. പക്ഷെ അദ്ദേഹത്തിന് ആ സത്യസന്ധത, വിശ്വാസമായിട്ടുള്ള സഹോദരന്, പക്ഷെ ഞാൻ അദ്ദേഹത്തിന് സത്യസന്ധത അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചർച്ചിലുള്ളതല്ല. അപ്പം എന്താ പറയുന്നത്, വീട്ടിൽ മാത്രമേ എനിക്കങ്ങ് ഭാര്യയോടും മക്കളോടും ഭയങ്കര ദേഷ്യം, ബാക്കി എല്ലായിടത്തും ഞാൻ ഭയങ്കര സൗമ്യന, ഭയങ്കര ദീർഘക്ഷമ ഇങ്ങനെയൊക്കെ. അപ്പം ശരിക്കും ആ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഏറ്റവും അടുത്തുള്ളവരോട്, നമ്മുടെ അപ്പനമ്മമാരോട്, നമ്മളുടെ
നമ്മളുടെ ഇപ്പം മോനെ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ജീസസ് മറിയത്തിനെ അപ്പനമ്മമാരെ എത്രമാത്രം ഒബേ ചെയ്തു എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു അനുസരണയും കീഴടക്കവും നമ്മളെ പരസ്പരം കരുതുന്നതും ബഹുമാനിക്കുന്നതും അത് കഴിഞ്ഞിട്ട് അത് നിറഞ്ഞു കവിഞ്ഞ് നമ്മൾ എവിടെയൊക്കെ സാക്ഷികളാവണം, ആദ്യം ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷിയാവാൻ പറയുന്നത്. ആദ്യം യെരുശലേമില്, പിന്നെ യഹൂദിയയില്, പിന്നെ ശമരിയയില്, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗ്ലാസ് ഇവിടെ നിറഞ്ഞു കവിയുവാണെങ്കിൽ ആദ്യം തന്നെ അയൽവക്കത്തോട്ട് വെള്ളം വീഴത്തില്ല, ആദ്യം നമ്മുടെ ആ ഗ്ലാസ്സിന് ചുറ്റും വീഴും, അത് നിറഞ്ഞു കവിഞ്ഞ് പിന്നെ അത് സർക്കിൾസ് ആയിട്ട് പലയിടത്തേക്കും വീഴും എന്ന് പറയുന്നത് അതാ ദൈവം നമ്മളിൽ ചെയ്യുന്നൊരു പ്രവൃത്തി. മറ്റേത് അത് സൽപ്രവൃത്തികൾക്കായിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സൽപ്രവൃത്തികൾ അവിടെ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ പേർക്ക് സൽപ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നമുക്ക് നമ്മുടെ ടെൻറ്റ് കൂടാരം കർത്താവ് വിസ്തൃതമാക്കുന്നത്. അപ്പോൾ അത് വായിക്കുന്നത് കർത്താവിൻ്റെ കൈപ്പണിയായിട്ട്, കർത്താവിൻ്റെ മാസ്റ്റർ പീസായിട്ട്, കർത്താവിൻ്റെ വർക്ക്മാൻഷിപ്പ്. ഇപ്പം ചില ആർട്ടിസ്റ്റുകൾ ചെയ്ത് കാനായി കുഞ്ഞിരാമൻ പ്രതിഷ്ഠിച്ച് രൂപകൽപ്പന ചെയ്ത ശില്പം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ബ്രാൻഡ് മാതിരിയാവും. കാനായി കുഞ്ഞിരാമൻ അദ്ദേഹം വലിയ ശില്പിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ പ്രതിമ എന്ന് പറയുമ്പോൾ ഒരു എന്ന് പറഞ്ഞതുപോലെ ഒരു കൈപ്പണി, ആ ഒരു മാസ്റ്റർ പീസ്, അതിൻ്റെതായ ഒരു ക്വാളിറ്റി അവിടെ കാണും എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ചില ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത വീട്, ഇന്ന ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത് അപ്പോൾ അത് അതിൻ്റെതായ ഒരു ക്വാളിറ്റി കാണും എന്ന് പറയുന്നതുപോലെ ഈ ആർക്കിടെക്റ്റുകൾക്കും ശില്പികൾക്കും എല്ലാം മേലെയായിട്ടുള്ള എല്ലാത്തിനും മേലെയുള്ള മാസ്റ്റർ ആർക്കിടെക്റ്റായിട്ടുള്ള യേശു കർത്താവ് പിതാവാം ദൈവം ആർക്കിടെക്റ്റ് ചെയ്ത ഒരു ശില്പമാണ് ആര് നമ്മൾ ഓരോരുത്തരും കൈപ്പണിയായിട്ട്. അപ്പം ആ ഒരു മുദ്ര നമുക്കുണ്ട്. അത് നാം അവൻ്റെ കൈപ്പണിയായിട്ട് എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തികൾക്കായിട്ട്. സൽപ്രവൃത്തികളിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല, രക്ഷിക്കപ്പെടുന്ന കൃപയാൽ എത്ര വിശ്വാസം പോലും എന്നൊക്കെ എനിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞിട്ട് ആരുടെയും സ്വന്തം സ്വയത്തിൻ്റെ പ്രവൃത്തികളല്ലേ. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ ജീവിതം നിറഞ്ഞു കവിഞ്ഞ് സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, ക്രിസ്തു യേശുവിൽ നമ്മളൊരു പുതു സൃഷ്ടിയാകുന്നു എന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നുണ്ട്. ചെയ്തു പോരേണ്ടതിന് ദൈവം അവൻ മുന്നമേ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഈ ആത്മാവിൻ്റെ കർത്താവിൻ്റെ നാഴികയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് അങ്ങ് നടക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് പല അവസരങ്ങളും തരും. പലരോടും നമുക്ക് തളർന്നിരിക്കുന്നവരെയും ക്ഷീണിച്ചിരിക്കുന്നവനെ ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് നമ്മളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, നമ്മുടെ അയൽവക്കത്തായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കും, നമ്മുടെ സഭയിലെ സഹോദരങ്ങൾക്കായിരിക്കും, നമ്മളുടെ ബന്ധത്തിലുള്ളവരെ ആർക്കും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെടുന്നവരോ നമ്മളെ ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യുന്നവരോ ആയിരിക്കും. അവർക്കൊക്കെ നിത്യജീവനെ കൊടുക്കാനായിട്ട് അങ്ങനെ ആ സൽപ്രവൃത്തികൾ ചെയ്തു പോരേണ്ടതിന്. അപ്പം അങ്ങനെ കർത്താവ് ഓരോ ദിവസവും കർത്താവിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിലെ പത്രോസ് കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്നുള്ളൊരു കാര്യമാണ്. അവനെ അതുപോലെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 10:38 കൂടെ ഞാനങ്ങ് വായിച്ചങ്ങ് നിർത്താൻ നോക്കിക്കോട്ടെ. 10:38 നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യം എന്താ? യേശുവിനെ അറിയാവോ? അവിടെ ഈ തിരുവഴുത്തുകളൊന്നും ഇല്ലാത്ത ജാതികളുടെ ഇടയിൽ സുവിശേഷം ആദ്യമായിട്ട് കടന്നു ചെല്ലുക. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ അവിടെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യേശുവിനെ പത്രോസ് തൻ്റെ പ്രിയ അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നത്. ഗോഡ് വാസ് വിത്ത് ഹിം, ഹി വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്. അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടന്നു. കർത്താവ് എല്ലായിടത്തും ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം തന്നെ നന്മ, ഗുഡ്നെസ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അറിയപ്പെട്ടവരാകുമ്പോൾ നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചില ഉപകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഈവൻ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളാവട്ടെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒത്തവണ്ണം അങ്ങനെ നന്മ ചെയ്തുകൊണ്ട്, അത് ജ്ഞാനത്തോടെ നന്മ ചെയ്തുകൊണ്ട് കർത്താവ് ചുറ്റി സഞ്ചരിച്ച് നടന്നു. അങ്ങനെ പിതാവിൻ്റെ പ്രവൃത്തികളൊക്കെ തികച്ചു. അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തി. അപ്പം നമ്മുടെ ജീവിതത്തിലും അവസാനം പൗലോസും അത് തന്നെയാണല്ലോ പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. അതാ 2 തിമോത്തിയോസ് 4:7 വാക്യത്തിൽ പൗലോസ് തൻ്റെ ജീവിതാവസാനം അവിടെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, താൻ ഇനി അധികാരമില്ല, തന്നെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. 2 തിമോത്തിയോസ് 4:6 ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. താൻ ഈ ജയിലിൽ നിന്ന് ഇനി പുറത്തു പോകത്തില്ലെന്ന് പൗലോസിന് മനസ്സിലായി. തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പൊരുതാമായിരുന്നു എന്ന് പറയുമല്ലോ. നല്ലപോലെ പൊരുതി, വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്നത്. നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയെ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അപ്പം ആ ഒരു പൗലോസ് തൻ്റെ ജീവിതാവസാനം അങ്ങനെ പറഞ്ഞതുപോലെ യേശു കർത്താവ്
താൻ പ്രവൃത്തി ചെയ്ത് തികച്ചിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എപ്പോഴാണ് നമ്മളുടെ മരണം വരുന്നതെന്നോ നമ്മളുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണെന്നോ നമ്മുടെ മരണ ദിവസം എപ്പോഴാണെന്നോ നമുക്കറിയത്തില്ല. അപ്പോൾ കർത്താവെ ഓരോ ദിവസവും അവിടുന്ന് ഒരു പക്ഷേ നമുക്ക് ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും പല അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളവരും പല കാര്യങ്ങളിലുമൊക്കെ നമ്മൾ വീഴ്ച സംഭവിച്ചിട്ടുള്ളവരും. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വരുവാണെങ്കിൽ വിട്ടലുകളും തുള്ളനും പുഴുക്കളും എല്ലാം തിന്നതെല്ലാം തിരിച്ചു തരുമെന്നൊക്കെയുള്ള ഒരു വാഗ്ദത്തം കഴിഞ്ഞ ദിവസം നമ്മളൊരു സഹോദരൻ്റെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ആയിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ അത് ഇട്ടതുപോലെ യോവൽ 2:25 അവിടെ എല്ലാവർക്കും ആ പ്രോമിസ് ക്ലെയിം ചെയ്യാനൊക്കത്തില്ല, റിപ്പൻറ്റ് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അത് യോവൽ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലൊക്കെ റിപ്പൻറ്റ് ആൻഡ് റിട്ടേൺ, കർത്താവിലേക്ക് നമ്മൾ മനംതിരിഞ്ഞ് വരുവാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പോയ സമയങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അറിയായ്മയുടെ കാലത്തെ കർത്താവ് ലക്ഷ്യമാക്കുന്നു എന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തികൾ 17-30 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ യോവൽ 2:13 റിപ്പൻറ്റൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മൾ അതുപോലെ അനുതാപത്തോടെ ദൈവമുമ്പാകെ കർത്താവിൻ്റെ കഴിഞ്ഞാല ജീവിതത്തിൽ എനിക്ക് പല സൽപ്രവൃത്തികളൊക്കെ അങ്ങ് പ്രാൻ ചെയ്തിട്ടുള്ളതൊക്കെ കർത്താവ് ഞാൻ അതൊന്നും ചെയ്യാതൊക്കെ അങ്ങ് പോയി, എന്നോട് ക്ഷമിക്കണമേ. യഥാർത്ഥത്തിൽ നമ്മളൊരു അനുതാപത്തോടെ വരുവാണെങ്കിൽ കർത്താവ് പറയുക 25-ാമത്തെ വാക്യം യോവേൽ 2:25, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ എന്തൊക്കെയാ കുറേ കാര്യങ്ങളുണ്ട്. വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല എന്നുള്ളൊരു അങ്ങനെ മറ്റുള്ളവർക്ക് സാക്ഷ്യം പറയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയങ്ങളെയൊക്കെ അവസരങ്ങളെയൊക്കെ കർത്താവിൻ്റെതായ ഒരു ജ്ഞാനത്തിൽ നമ്മളുടെ ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു ദൈവഭാഗ്യം, ഒരു വലിയ മാനസാന്തരവും അതിനെക്കുറിച്ചൊരു അനുതാപം കർത്താവെ ഞാൻ അങ്ങ് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും കർത്താവെ ഞാൻ ചെയ്യാം. അങ്ങയോടുള്ള നാഴിക ചോദിക്കാതെ, അവിടുത്തെ സമയം ചോദിക്കാതെ, അവിടുത്തെ ആത്മാവിൻ്റെ ലീഡിങ് ഇല്ലാതെയൊക്കെ ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി എന്തെങ്കിലുമൊക്കെ കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ കർത്താവെ എന്നുള്ള ഒരു അനുതാപത്തോടെ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളുടെ ജീവിതം ഇപ്പം യേശുവിൻ്റെ ജീവിതത്തിൽ ഓഫ്കോഴ്സ് കർത്താവ് ഒരു പാപമില്ലാതെ ജീവിച്ചതുകൊണ്ട് കർത്താവിന് ഓട്ടം തികയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ പൗലോസ് ഒരു മനുഷ്യനായിരുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ തന്നെ പല വീഴ്ചകൾ വന്നതായിട്ട് തന്നെ അപ്പോസ്തലപ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും അതും പൗലോസിൻ്റെ ആദ്യത്തെ 30ഓളം വർഷക്കാലം കൊലപാതകനായിട്ട് പൗലോസ് ജീവിച്ചിട്ട് പോലും പൗലോസിൻ്റെ 67-ാമത്തെ വയസ്സിൽ താൻ മരിക്കുമ്പോൾ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു നല്ലപോലെ പൊരുതി എന്ന് പറയാൻ തക്കവണ്ണം കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഓടുവാൻ കർത്താവ് മേക്കപ്പ് ടു യു ദ ഇയേഴ്സ് ദാറ്റ് യു ഹാവ് ലോസ്റ്റ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സംവത്സരങ്ങളും കൂടെ നമ്മൾ പലപ്പോഴും സാങ്ക്വറിയിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആദ്യത്തെ 16 വർഷങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ 16 വർഷങ്ങൾ ബ്രദർ വിചാരിച്ച് അത്ര ഹോൾ ഹാർട്ടഡായിട്ട് അത്ര ആയിട്ടില്ല. പിന്നീട് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുള്ളതായിട്ട് ബ്രദർ പറയും. അപ്പം ബ്രദർ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എന്നാൽ ആ 16 വർഷങ്ങൾ ദൈവമേ എനിക്ക് അത് വേണ്ടവണ്ണം എനിക്ക് അങ്ങേക്ക് വേണ്ട ഓടാൻ സാധിച്ചില്ല. എന്നാൽ കർത്താവ് അതിലും വലിയ സ്പീഡിൽ ഇപ്പം ബാക്കിയുള്ള വർഷങ്ങൾ എനിക്ക് ഓടാൻ അവിടുന്ന് എനിക്ക് ആത്മാവിനാൽ സഹായിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ശരിയാണ്. നമ്മളുടെ അറിയായ്മയുടെ കാലങ്ങളെ കർത്താവ് നമ്മളെ വീണ്ടും വണ്ണം കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കാതെയൊക്കെ എന്നാൽ നമ്മൾ യഥാർത്ഥ അനുതാപത്തോടെ കർത്താവിനോട് അടുത്ത് വരുവാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ആ വേലയൊക്കെ തികച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യം നമ്മൾ ഓൾറെഡി വായിച്ചു. ഇപ്പോൾ പിതാവേ, യോഹന്നാൻ 17:5 ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. പിന്നെയും കർത്താവ് ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തുടർന്ന് പറയുന്ന ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളിപ്പം ആദ്യത്തെ 5 വാക്യങ്ങൾ ചിന്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഈ കർത്താവിനെ നല്ല കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ ഓടുന്നതിൻ്റെ വിരുദ്ധനായിട്ട് നമ്മൾ പാടുന്നത് നമ്മളെ കേൾപ്പിച്ച ദൈവദിനത്തിൻ്റെ വെളിച്ചത്തിൽ അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തല്ലോ. എന്തിനു വേണ്ടിയാണ് വീണ്ടെടുത്തത്? നമ്മളെ ജീവൻ പ്രാപിക്കുവാനും സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാനും. ആ ജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ജീവൻ പ്രാപിച്ചു എന്നാൽ സമൃദ്ധമായ ജീവൻ്റെ വഴിയിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു മരണമുണ്ട്, നിരന്തരമായിട്ടുള്ള ഒരു മരണം. അതിലൂടെ പോകുമ്പോഴാണ് നിരന്തരമായിട്ടുള്ള സമൃദ്ധമായ ജീവൻ പ്രാപിച്ച് അത് അനേകർക്ക് ആ ജീവൻ ജീവജല നദികളായിട്ട് കവിഞ്ഞൊഴുകും. അനേകർക്ക് അതൊരു സൗരഭ്യവാസനയായിട്ട് മാറും. അവിടെ അപ്പം അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് രാജൻ കയ്യിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിലൊക്കെ ബിരുദ പ്രാപിക്കുന്ന കാര്യമൊക്കെ നമ്മൾ 1-ാമത്തെ സ്റ്റാൻസിലൊക്കെ നമ്മൾ പാടുന്നത്. എൻ്റെ ക്ലേശമാകെ തീരുന്ന ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള സന്തോഷം ഞാൻ അന്ന് പ്രാപിക്കും. എൻ്റെ ശത്രുവിന് അത് എടുക്കാൻ സാധിക്കത്തില്ല. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും. നിത്യതയിൽ അത് സത്യമാണ് അതിൻ്റെ പാരമ്യം. എന്ന് ഇന്ന് തന്നെ
നിത്യജീവൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു. സ്വർഗത്തിന്റെ ആ ഒരു മുൻരുചി അനുഭവിച്ചുകൊണ്ട് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത ആ ഒരു സന്തോഷം, അതാണ് സമൃദ്ധമായ ജീവൻ. അത് അനുഭവിച്ചുകൊണ്ട് അത് നമുക്കറിയാം. യോഹന്നാൻ 16:22 നിങ്ങളുടെ സന്തോഷം അന്നാളിൽ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്ന പെന്തക്കോസ്ത് നാളിന് ശേഷം നിങ്ങളുടെ സന്തോഷമൊന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറയുന്ന ആ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ഒരു സ്വയജീവന്റെ നമ്മൾ പല സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ജൂലിസ്റ്റ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ജീവിതത്തിലെ ചെറിയ ചെറിയ സാഹചര്യങ്ങളായിരിക്കും. എന്നാൽ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് ഡിസഗ്രി ചെയ്യുമ്പോഴോ നമ്മൾ പറയുന്ന ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു അസ്വസ്ഥത ഇല്ലാതെ അവിടെ നമ്മുടെ തന്നെ ഒരു 0 0 താഴ്ത്തി ഏൽപ്പിച്ച് അവിടെ ദൈവാത്മാവിനാൽ നിറഞ്ഞ് കൂടുതലൊരു നുറുക്കത്തോടെ ആത്മാവിന്റെ ശക്തിയോടെ അവിടെ ആർക്കും എടുത്തു കൊണ്ടുപോകാൻ നമ്മുടെ സ്വയത്തിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ നമ്മുടെ സന്തോഷമൊക്കെ കുറഞ്ഞു പോകുന്ന ആ സ്വയത്തിനെ മരണത്തിന് ഏൽപ്പിച്ച് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ ബലമുള്ള കരുത്തിന്റെ കീഴിൽ താണിരിക്കുമ്പോൾ അവിടെ സന്തോഷം കൂടിടും. അതാ നമ്മളെ അവസാനത്തെ എൻ്റെ സന്തോഷം പ്രാപിക്കും, എൻ്റെ ശത്രുവിനെ അത് എടുക്കാൻ പാടില്ല, ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. അത് ഇതിനെക്കുറിച്ചാണ് പാട്ടുകാരൻ ഇവിടെ എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ നിത്യത ഇന്നേ തുടങ്ങിയിരിക്കുന്നു. സ്വർഗത്തിന്റെ മുൻരുചി ഓപ്പൺ ഹെവൻ നമ്മുടെ ജീവിതത്തിന് അനുഭവമായിട്ട് മാറണം. അപ്പം ഇന്നും ആനന്ദം കൂടുന്ന ഒരു ജീവിതത്തിൽ സന്തോഷത്തോടെ കർത്താവിനെ ആർപ്പോടെ പാടിക്കൊണ്ട് നമുക്ക് ദൈവം തന്ന ആ രക്ഷയ്ക്ക് കർത്താവിനെ ഒരു പൂർണ്ണ പ്രതിഫലമായിട്ട് നമ്മുടെ ജീവിതമായി തീരാൻ തക്കവണ്ണം സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്തോത്രത്തോടെ നമുക്ക് പാടാം. കർത്താവിന് മുമ്പാകെ ഒരു കൂടെ കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പാകെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ വചനം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ വാക്കുപോലെ ഉണ്ടാവട്ടെ. യേശു അമ്മയെ മറിയം പറഞ്ഞതുപോലെ യേശു കർത്താവിനെ നമ്മളിൽ സമർത്ഥമായി രൂപപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ വചനം കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾ അനേകം വചനങ്ങൾ കർത്താവെ ഇതെല്ലാം ഞങ്ങളുടെ ഹൃദയപലകമേൽ അവിടുന്ന് എഴുതണമെന്നും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് യേശുവിന് അതേ മനോഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകാൻ തക്കവണ്ണം കർത്താവിൻ്റെ സൗകര്യവാസനയായിട്ട് കർത്താവിൻ്റെ വിജയമായിട്ട് കർത്താവ് നിത്യജീവനെ കൊടുക്കുന്നവരായിട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കുന്നവർക്കായിട്ട് ആടുകൾക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്ന ഇടയനെ പോലെ നമ്മളുടെ പ്രാണനെ നമ്മുടെ സ്വയജീവനെ എല്ലാ സ്ഥലങ്ങളിലും ആ കർത്താവിൻ്റെ മരണം മർദ്ദശരീരത്തിൽ നിരന്തരം വഹിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ നിറവിലൂടെ പ്രാപിച്ച് അത് നിറഞ്ഞു കവിഞ്ഞ ഒരു സൗകര്യവാസനയായിട്ട് ഒഴുകി അനേകർക്ക് അത് നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ കാണുവാൻ കർത്താവിനെ തൊടുവാൻ ആ യേശുവിനെ മറ്റുള്ളവരെ അനുഭവിച്ചറിയാൻ പറ്റുമോ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് കർത്താവെ അവിടുത്തെ വചനം പോലെ കർത്താവെ ആ വേലയെല്ലാം ജീവിതത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവിടുത്തെ സൽപ്രവൃത്തികളൊക്കെ കർത്താവെ എല്ലാം മുന്നമേ ഒരുക്കിയിട്ടുണ്ടല്ലോ. കർത്താവെ ആത്മാവിൻ്റെ ജീവിത സമാധാനമാണ് കർത്താവെ അവിടുന്ന് നാഴിക അറിഞ്ഞു കർത്താവെ അവിടുന്ന് തരുന്ന സ്വാതന്ത്ര്യം പോലെ ആത്മാവിന് തരുന്ന ആ കോംപ്ലക്സ് സെൻസ് ചെയ്തുകൊണ്ട് അവിടുത്തെ കർത്താവെ ആ സ്വാതന്ത്ര്യത്തോടെ മുൻപോട്ട് പോയി കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയും ഞങ്ങളുടെ ജോലിസ്ഥലത്താകട്ടെ ഞങ്ങളുടെ അയൽപക്കത്താവട്ടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ ഞങ്ങളുടെ വാക്കുകളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുവാനും ദുരാത്മാക്കളെ പോലെ തവളുകളെ ശ്രദ്ധിക്കുവാനല്ല മറിച്ച് കർത്താവെ കൃപ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരുന്ന വാക്കുകളെ പറയുവാൻ നിത്യജീവനെ കൊടുക്കാൻ കർത്താവെ അവിടുത്തെ അറിയുന്ന ഒരു നിത്യജീവൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അറിഞ്ഞ് കർത്താവെ അവിടുന്ന് ഏകസത്ത് ചെയ്യുവാനെന്ന് അറിഞ്ഞ് കർത്താവെ അവിടുന്ന് അയച്ചിരിക്കുന്ന യേശു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച യേശുവിനെ അറിഞ്ഞ് അങ്ങനെ മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞാൻ ജീവൻ ഞങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് ഉൾക്കണമേന്ന് അതുപോലെ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും കർത്താവിനായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിലായിട്ട് സമ്പൂർണ്ണമായിട്ട് തരുന്ന കർത്താവെ കുടുംബമായിട്ട് കർത്താവ് വ്യക്തിപരമായിട്ട് കുടുംബമായിട്ട് സഭയായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ സമ്പൂർണ്ണമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്നു കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ജീവിതം ഞങ്ങൾ നിറയ്ക്കണമേ. ആ ജീവൻ ഞങ്ങളുടെ സമൃദ്ധിയായിട്ട് ഒന്ന് നിറഞ്ഞ് കർത്താവെ ഒഴുകട്ടെ കർത്താവെ നിരന്തരം ഒരു ഹോമയാഗമായിട്ട് ദഹനയാഗമായിട്ട് ഒരു ബേർഡ് ഓഫറിംഗ് ആയിട്ട് ജീവനുള്ള യാഗമായിട്ട് കർത്താവ് എപ്പോഴും ആക്രോശിതനായിരിക്കാൻ കർത്താവെ അങ്ങനെ വലിയ സ്വാതന്ത്ര്യത്തോടെ വലിയ കർത്താവെ ജീവന നിറവോടെ അനേക സൗകര്യവാസനയാകുവാൻ വെളിച്ചമാകുവാൻ മറ്റുള്ളവർക്കൊക്കെ കർത്താവെ അവിടുത്തെ അത് വെളിച്ചമാകുവാൻ അങ്ങനെയുണ്ടായിരുന്ന ജീവൻ കർത്താവെ അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തരുന്നതുപോലെ ഞങ്ങളുടെ ലോകത്തിന് വെളിച്ചമാക്കി ഭൂമിയുടെ ഉപ്പാക്കി കർത്താവെ അവിടുന്ന് വെച്ചിരിക്കുന്നത് ആ വെളിച്ചം വർദ്ധിച്ച് അനേകർക്ക് കർത്താവെ ആ യേശുവിൻ്റെ ജീവൻ
യേശുവിനെ വിളിച്ചനുഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ശ്രദ്ധിച്ച് കേൾപ്പാനും അവിടുത്തെ വഴികൾ നടപ്പാനും കർത്താവെ എപ്പോഴും ആ ക്രൂശിനെ വഴിയെ വിട്ടുമാറാതെ കർത്താവിനോട് ചേർന്ന് നടപ്പാനും എല്ലാം ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവിന്.